അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപികമാരെ, നമ്മുടെ ക്ലാസ് മുറികളാണ് ഈ സെഷനിലെ വിഷയം. ക്ലാസ് മുറികളിൽ ഒരുപക്ഷെ നമ്മളേറെ സ്ട്രഗിൾ ചെയ്യുന്ന ചില മേഖലകൾ, ദീർഘമായ അധ്യാപന പരിചയമുള്ളവരും അല്ലാത്തവരുമൊക്കെ ഒരേപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ചില മേഖലകളാണ് നമ്മൾ എടുക്കുന്നത്. പ്രത്യേകിച്ചും ആൽഫ ജനറേഷനിലേക്ക് എത്തുമ്പോൾ അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ധാരാളം വിഷയങ്ങളുണ്ട്. അതിലൂടെയാണ് ഈ സെഷൻ തീർച്ചയായും കടന്നു പോവുക. നമ്മുടെ കൂടെ വളരെ പ്രഗത്ഭരായ പാനലിസ്റ്റുകളുണ്ട്. ഓരോ പാനലിസ്റ്റുകളെയും അവരുടെ ഒരു സെഷൻ എത്തുമ്പോൾ പരിചയപ്പെടുത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ ആങ്കറിങ് ഞാൻ ക്രമീകരിച്ചിട്ടുള്ളത്. ഉപചാരവാക്കുകൾക്ക് പോലും മിനിറ്റുകൾ അനുവദിക്കാത്ത രീതിയിലാണ് നമ്മുടെ പ്രോഗ്രാം നമ്മൾ കൊണ്ടുപോകുന്നത്. ഏറ്റവും ആദ്യത്തെ ഒരു വിഷയം ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ഒരു ക്ലാസ് മുറിയിലെത്തുമ്പോൾ ആ ക്ലാസ് മുറിയിൽ നമുക്ക് വ്യത്യസ്തരായ കുറേ ആളുകളെയാണ് കാണേണ്ടി വരുന്നത്. സമ്പന്ന കുടുംബത്തിൽ നിന്ന് വരുന്നവർ, ദരിദ്ര കുടുംബത്തിൽ നിന്ന് വരുന്നവർ, ബുദ്ധിപരമായ കഴിവുള്ളവർ, ഇല്ലാത്തവർ, രക്ഷകർത്താക്കളുടെ സംരക്ഷണമുള്ളവർ, പ്രവാസി കുട്ടികൾ, പ്രവാസി കുടുംബങ്ങളിലെ കുട്ടികൾ, ഇങ്ങനെ പലരുണ്ട്. പലപ്പോഴും നമ്മളൊരു ആത്മവിമർശനത്തോടെ ഇരിക്കേണ്ട ഒരു സെഷനാണിത്. ആ ക്ലാസ് മുറിയിൽ ചെല്ലുമ്പോൾ ഒരു വർഷം തുടർച്ചയായി അവിടുത്തെ അധ്യാപകനായിട്ടും അവിടെ ഇരിക്കുന്ന കുട്ടിയുടെ പേര് തൊട്ട് അറിയാത്ത പ്രശ്നങ്ങൾ നമുക്കുണ്ട്. സ്വാഭാവികമായും ഒരുപാട് സാധ്യതകളുള്ള കുട്ടികളെ, ഒരുപാട് പ്രശ്നങ്ങളുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന ഒരു അധ്യാപകൻ എന്ന നിലക്ക് നമുക്ക് എങ്ങനെയാണ് ഒരു ഇൻക്ലൂസീവായ എഡ്യൂക്കേഷൻ്റെ, ഒരു ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കാൻ കഴിയുക, എങ്ങനെ അതിൻ്റെ ഒരു മെക്കാനിസം സെറ്റ് ചെയ്യാൻ കഴിയുമെന്ന വിഷയം നമ്മളോട് സംസാരിക്കുന്നത് നേരത്തെ ഡയറ്റിൽ ഫാക്കൽറ്റിയായി വർക്ക് ചെയ്തിരുന്ന ആദരണീയനായ അബ്ദുറഹ്മാൻ സാർ അവറുകളാണ്, പ്രൊഫസർ അബ്ദുറഹ്മാൻ സാർ അവറുകളാണ്. അദ്ദേഹത്തെ ഈ ഒരു ഭാഗം സംസാരിക്കാൻ വേണ്ടി വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഞാനൊരു കോട്ടിങ്സ് പറഞ്ഞ് തുടങ്ങാം. അദ്ദേഹം കൂടെ പറയുമായിരുന്നു, ദാ നോക്ക്, നേരായിട്ടും നീ ഒരു നല്ല കുട്ടിയാണ്. ഒരു പക്ഷേ നിങ്ങൾ വായിച്ച ഒരു പുസ്തകത്തിലെ വരിയാണിത്. ടോട്ടോച്ചാനിലെ കൊബായാഷി മാഷെ അദ്ദേഹത്തിൻ്റെ അധ്യാപനത്തെക്കുറിച്ചുള്ള മഹത്തായ ഒരു പുസ്തകമാണ്. ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിക്കപ്പെട്ട പുസ്തകമാണ്. ഇതിൽ ശാരീരിക പ്രയാസമുള്ള തക്കാഹാഷിയെയും പോളിയോ ബാധിച്ച യാസ്വാക്കിനെയും എങ്ങനെയാണ് കായിക മത്സരത്തിൽ അവരുടേതായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇൻക്ലൂഡ് ചെയ്തത് അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയത് എന്നതിൻ്റെ ഉദാഹരണമാണ്. എല്ലായ്പ്പോഴും അദ്ദേഹം പറയുമായിരുന്നു, നിനക്ക് അത് ചെയ്യാൻ സാധിക്കും, അതെനിക്ക് ഉറപ്പാണ് എന്നുള്ളത്. ഐ ക്യാൻ അല്ലെങ്കിൽ യു ക്യാൻ എന്നുള്ളൊരു പദം എപ്പോഴും പറയുമായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് എല്ലാവരെയും ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം, ഇൻക്ലൂഷൻ എന്നുള്ളതാണ്. ഇതിൽ രണ്ടാമത് ഒരു ചിത്രത്തിൽ നിങ്ങളൊരു പക്ഷേ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവാം. സ്വപ്നം കൊണ്ട് പൊരുതി നേടിയ ആര്യ രാജ് എന്ന് വിളിക്കപ്പെടുന്ന ഈ കുട്ടി ഇപ്പോൾ തിരുവനന്തപുരത്ത് ഐസറിൽ പഠിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്കൂളുകളിലെ 5 തിരഞ്ഞെടുത്താൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന നടക്കാവ് ഇൻ്റർനാഷണൽ സ്കൂളിലാണ് ഈ കുട്ടി പഠിച്ചത്. അന്ന് ഇൻ്റർനാഷണൽ സ്കൂൾ ആയിരുന്നില്ല. 5ാം ക്ലാസ്സിൽ വരുമ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ ആ സ്കൂൾ ആയിട്ടില്ല. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ചതാണ്. ഈ കുട്ടിക്ക് സെർബൽ പാൽസി ഉള്ളതാണ്, സ്പീച്ച് ഡിലേ ഉള്ള കുട്ടിയാണ്, മൂവ്മെൻറ്റിന് പ്രയാസമുള്ള കുട്ടിയാണ്. പക്ഷേ ഒരു ടീം, അവിടെയുള്ള അധ്യാപകർ, ഈ കുട്ടിയെ പഠിപ്പിക്കുന്ന സപ്പോർട്ട് കൊടുക്കുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, സർവോപരി അവരുടെ രക്ഷിതാക്കൾ, ഇവരുടെ ഒരു ടീം വർക്കിൽ ആണ് ഈ കുട്ടി
ഇപ്പോൾ ഐസറിലേക്ക് എത്തിയതെന്നുള്ള. അപ്പോൾ നമ്മുടെ ക്ലാസ് മുറിയിലും ഇത്തരമുള്ള പ്രതിഭകൾ ധാരാളമുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും മിടുക്കരെ അതിസമർത്ഥരാക്കലും പഠനത്തിൽ പ്രയാസമുള്ളവരെ മിടുക്കരാക്കലുമാണ് ഈ രണ്ട് ദൗത്യമാണ് ഒരു ടീച്ചർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. നമ്മൾ രണ്ട് രീതിയിൽ നമ്മൾ പ്രശസ്തരാവും. ഒന്ന്, നന്നായി ചെയ്തിട്ടും പ്രശസ്തരാവാം, ഒന്നും ചെയ്യാതെയും നമ്മൾ പ്രശസ്തരാവാം. അപ്പം നമ്മുടെ ക്ലാസ് മുറിയിലുള്ള ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് അതെന്താണ്, എന്തുകൊണ്ടാണ്, അതെങ്ങനെയാണ് എന്നുള്ളതാണ്. ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് ഏതെല്ലാം വിഭാഗത്തിലാണ് നമുക്കറിയാം. PWD ആക്ട്, RPWD ആക്ട് 2016 വന്ന ആക്ട് പ്രകാരം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കും 21 ഡിസബിലിറ്റീസ് മേഖലകളിൽ ഇൻക്ലൂഷൻ്റെ ഒരു വിഭാഗം മാത്രമാണ്. അതിലുപരിയായിട്ട് ഇനിയും ആ മേഖലയിലുള്ളത് വളരെ സർഗാത്മകമായി അറിയുന്ന കുട്ടികൾ, ഗിഫ്റ്റഡ് കുട്ടികൾ, ഓർഫൻസ് ഉണ്ട്, അതേപോലെ SC ST തീരപ്രദേശത്തുള്ള കുട്ടികൾ, ഗോത്രവർഗ പ്രദേശത്തുള്ള കുട്ടികൾ, പാവപ്പെട്ടവരുടെ ബ്രോക്കൺ ഫാമിലിയുള്ള കുട്ടികൾ, ഫാമിലി പ്രശ്നമുള്ള കുട്ടികൾ, ധാരാളം കുട്ടികളുള്ള വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ, പാമ്പേഴ്സായിട്ട് അല്ലെങ്കിൽ വളരെ താലോലിച്ച് വളർത്തുന്ന വീട്ടിൽ നിന്ന് വളരുന്ന കുട്ടികൾ, പ്രവാസികളുടെ കുട്ടികൾ, എന്നാൽ അച്ഛനും അമ്മയും ഉള്ള സമയത്ത് തന്നെ ഓർഫനായി കുട്ടിക്കാലം ചെലവഴിക്കേണ്ട കുട്ടികൾ, അണ്ടർ അച്ചീവേഴ്സ്, സ്ലോ ലേണേഴ്സ്, ഇങ്ങനെ മൈഗ്രൻസ്, സ്ട്രീറ്റ് ചിൽഡ്രൻ, ഡൊമസ്റ്റിക്, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള കുട്ടികളുള്ള ഒരു ക്ലാസ്. നമ്മുടെ ഒരമ്മ പറ്റ മക്കളെല്ലാം തൊപ്പിക്കാർ നമ്മൾ സാധാരണ കടങ്കഥയിൽ പറയലുണ്ട്. എന്നാൽ അത് കടങ്കഥയിൽ മാത്രമാണ്. നമ്മുടെ ക്ലാസ് മുറിയിൽ നമ്മുടെ കൈവിരൽ പോലെ വ്യത്യസ്തരായ കുട്ടികളാണ് നമുക്കുള്ളത് എന്നുള്ള. അവരെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള, അവരുടെ ഇൻ്റർവെൻഷൻ എങ്ങനെ ആയിരിക്കണം, അതിലെ ഒരു ടീം ആയിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഒരു പാരൻസ്, ടീച്ചേഴ്സ്, പ്രൊഫഷണൽസ്, സൊസൈറ്റി, ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഏത് വിധേയമുള്ള ഡിസബിലിറ്റിയുള്ള കുട്ടികളാണെങ്കിലും അണ്ടർ പ്രിവിലേജിലെ കുട്ടികളൊക്കെ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. നമുക്ക് അതിൽ ഏറ്റവും നല്ലത് ടീച്ചർ എന്ന നിലയ്ക്ക് ടീച്ചർ പ്രിപ്പറേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ വ്യത്യസ്തമായ പഠന ശൈലിയുള്ള കുട്ടികളുണ്ട്. അതായത് കണ്ടുപഠിക്കുന്നവർ, കേട്ട് പഠിക്കുന്നവർ, വെർബലായി പഠിക്കുന്നവർ, സോളിറ്ററിയായി പഠിക്കുന്നവർ, സോഷ്യൽ ആയിട്ടുള്ള ഗ്രൂപ്പായിട്ടുള്ള പഠിക്കുന്നത്, ലോജിക്കലായി പങ്കെടുക്കുക. അപ്പോൾ 7-ലധികമുള്ള പ്രിഫറൻസ് ധാരാളം നമുക്ക് കാണാം. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ് മുറിയെ ജൈവികമാക്കി കഴിഞ്ഞാൽ എല്ലാ കുട്ടികളെയും പരിഗണിച്ചുകൊണ്ട് പഠനത്തെയും സന്ദർഭങ്ങളും പഠന പ്രവർത്തനങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അതിന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിനെ കോണ്ടെക്സ്റ്റാക്കി മാറ്റുക എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി, അതേപോലെ തന്നെ ക്രിറ്റിക്കൽ തിങ്കിങ്, കമ്മ്യൂണിക്കേഷന്, കൊളാബറേഷന്, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ് മുറിയിലെ ആവശ്യമുള്ള സമയത്ത് അഡാപ്റ്റേഷനും മോഡിഫിക്കേഷനും നമ്മുടെ കരിക്കുലത്തിൽ വല്ല ഫ്ലെക്സിബിളായി കരിക്കുലം. ഞാനൊരൊറ്റ ഉദാഹരണം പറയാം. ഒരു സ്കൂളിൽ 50 കുട്ടികളോ 60 കുട്ടികളുള്ള ക്ലാസ് മുറിയിൽ ഒരു അധ്യാപകൻ ചെയ്ത ഏറ്റവും വലുത് കുട്ടികളുടെ നോട്ട് ബുക്ക് നോക്കാൻ വലിയ പ്രയാസങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അദ്ദേഹം ചെയ്തത്, ഈ ആഴ്ച ഞാൻ 5 കുട്ടികളുടെ നോട്ട് ബുക്കാണ് തിങ്കളാഴ്ച നോക്കുന്നത് എന്നതാണ്. അടുത്ത ദിവസം 5 കുട്ടികളുടെ നോട്ട് ബുക്കിൽ. അപ്പോൾ നോട്ട് ബുക്ക് ഓഡിറ്റിംഗ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ എല്ലാ കുട്ടികളെയും നോട്ട് ബുക്ക് നോക്കി അവർക്ക് നല്ല എവിഡൻസ് കൊടുത്ത് അവരൊന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊരു ലേണിംഗ് എവിഡൻസ് ആണ്. ഇങ്ങനെ കുട്ടികൾക്ക് തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തന്ത്രം നമുക്ക് മെനയാൻ സാധിക്കണം. അതിനുള്ള സാധ്യതകളൊക്കെ നമ്മുടെ ക്ലാസ് റൂം പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഉണ്ടാവണം എന്ന് മാത്രമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ളത്. ധാരാളം മേഖലകൾ ഇതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. എനിക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു തോന്നുന്നുണ്ട്. താങ്ക് യു. ഓക്കെ, നമ്മുടെ സാർ ഇവിടെ പറഞ്ഞ ഒരു പോയിന്റിനെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ക്ലാസ് മുറിയിൽ നമ്മളൊരു ഡോക്ടറെയോ ഒരു എഞ്ചിനീയറെയോ സൃഷ്ടിക്കാൻ മാത്രമായിരിക്കും ചിലരെങ്കിലും ശ്രമിക്കുന്നത്. ഒരു അംബാനിയെ സൃഷ്ടിക്കാനോ ഒരു അദാനിയെ സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ ഒരു നല്ല സോഷ്യൽ വർക്കറെ സൃഷ്ടിക്കാനോ ഉള്ള എഫേർട്ട് എൻ്റെ അധ്യയന ജീവിതത്തിൽ എത്ര മിനിറ്റ് ഞാൻ എടുത്തു എന്നതൊരു സീരിയസ് ക്വസ്റ്റ്യനാണ്. അൽ റാജി എന്ന പേരിൽ സൗദി അറേബ്യയിലെ വളരെ പ്രസിദ്ധമായ ഒരു ബിസിനസ് ശൃംഖലയുണ്ട്. ആ ബിസിനസ് ശൃംഖലയുടെ വ്യക്തിയുടെ, അതിൻ്റെ ഫൗണ്ടറുടെ ചരിത്രത്തിലൊരു ഭാഗം നമുക്ക് കാണാം. ആ വർഷം സ്കൂൾ അവസാനിക്കുമ്പോൾ അദ്ദേഹത്തിന് അടുത്ത വർഷത്തേക്കുള്ള 1 റിയാൽ അടയ്ക്കേണ്ടിയിരുന്നു. എങ്കിലേ ബസ്സിൻ്റെ എമൗണ്ട് ആവുകയുള്ളൂ. വരാന്തയിൽ ഇങ്ങനെ ദുഃഖത്തോടു കൂടെ എൻ്റെ സ്കൂൾ ജീവിതം അവസാനിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആ കുട്ടിയെ അവൻ്റെ ഗുരുനാഥൻ അടുത്ത് വിളിച്ച് എന്താന്ന് ചോദിച്ചപ്പം കണ്ണു നിറച്ചവൻ പറഞ്ഞു, സാറേ എനിക്ക് അടുത്ത വർഷത്തേക്കുള്ള 1 രൂപയില്ല. അധ്യാപകൻ ആ 1 രൂപ നാണയം എടുത്തു കൊടുത്തു. അവൻ വളർന്നു, പഠിച്ചു,
സൗദി അറേബ്യയിൽ നിങ്ങൾ അൽറാജി സൗദി അറേബ്യക്ക് വഖഫ് കൊടുത്ത വലിയൊരു ഈത്തപ്പനത്തോട്ടുണ്ട്. 10,000-കണക്കിന് ഈത്തപ്പനകൾ നിൽക്കുന്ന അവിടുത്തെ ഒരുപാട് ചാരിറ്റി വർക്കുകൾ അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിലൂടെയാണ് പോകുന്നത്. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഗുരുനാഥന്റെ അടുത്ത് ഒരാൾ വന്നു. ആ ഗുരുനാഥനെയും കൂട്ടിയിട്ട് വലിയൊരു ബിൽഡിങ്ങിന്റെ മുമ്പിൽ പോയി നിന്നു. തനിക്കൊരു രൂപ തന്ന് തന്നെ വളർത്തിയെടുത്ത അധ്യാപകന് വേണ്ടി ഒരു മണിമന്ദിരം പണിതിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആയുഷ്കാലത്തേക്കുള്ള സമ്പാദ്യം മുഴുവൻ ശിഷ്യൻ കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് അബ്ദുറഹ്മാൻ സാർ ഇവിടെ പറഞ്ഞ പോയിന്റിന് ഞാൻ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യും. നാളെ മുതൽ എൻ്റെ ക്ലാസ്സിലെ ഓർഫൻസ് ആര്, എൻ്റെ ക്ലാസ്സിലെ പ്രവാസി കുട്ടികളാര്, എൻ്റെ ക്ലാസ്സിലെ പഠന വൈകല്യമുള്ള കുട്ടിയാര് എന്നതൊക്കെ സെർച്ച് ചെയ്യാൻ 1 വർഷം കൊണ്ടെങ്കിലും നമ്മുടെ കുട്ടിയെ കണ്ടെത്താൻ നമുക്ക് കഴിയട്ടെ. 1 വർഷം ക്ലാസ്സിൽ പോയിട്ടും കുട്ടിയുടെ പേരറിയാത്ത സാഹചര്യം ഇല്ലാതിരിക്കട്ടെ എന്ന കൺക്ലൂഷനിലേക്ക് ഞാൻ പോകുന്നു. ഇനി നമ്മൾ ഒന്നുകൂടി കേസിന് എടുക്കുകയാണ്. പലപ്പോഴും കാഴ്ച പരിമിതരായ കുട്ടികൾ, ഭിന്നശേഷിക്കാർ, സ്കൂളിലേക്ക് തീരെ വരാതെ വീട്ടിൽ നിന്നുകൊണ്ട് അധ്യാപകർ അങ്ങോട്ട് പോകുന്നവർ, ഇങ്ങനെയുള്ള IED ലെവലിലുള്ള കുറെ കുട്ടികൾ, അതിന്റെ കണക്കുകൾ, ഇങ്ങനത്തെ കുറെ പ്രൊസീഡിങ്സിലൂടെ നമ്മൾ പോകാറുണ്ട്. അവിടെ എത്ര കുട്ടി IED ഉണ്ട്, അവിടെ എത്ര കുട്ടി ഓർഫൻ ഉണ്ട് എന്നുള്ള സർക്കാർ ചോദിക്കുന്ന എക്സൽ ഫയലുകളിലെ കണക്കുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. എൻ്റെ കൂടെ ഇരിക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് അബ്ദുൽ ഗഫൂർ മാസ്റ്ററാണ്. അദ്ദേഹം വിസ്ഡം യൂത്തിന്റെ എൻവിഷൻ വകുപ്പിന്റെ കാഴ്ച പരിമിതരുടെ ടീമിന്റെ ലീഡറാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ 2 ഘട്ടമുണ്ട്. ഒന്ന് കാഴ്ചയുള്ള ഘട്ടമുണ്ട്, 2 കാഴ്ച ഒരു ദിവസം കെട്ടുപോയ ഘട്ടമുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഒരു അധ്യാപകനായി ഗവൺമെന്റ് സ്കൂളിൽ വർക്ക് ചെയ്യാണ്. അദ്ദേഹത്തോട് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ചോദിക്കുന്നത്, കാഴ്ച പരിമിതരും ഭിന്നശേഷിക്കാരുമായ കുട്ടികൾ എന്തുകൊണ്ട് പൊതുവിദ്യാലയത്തിൽ തന്നെ പഠിക്കണം എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തോടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. അതായത് ഇവിടെ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തിനാണ് ഭിന്നശേഷി കുട്ടികൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നത്, എന്തിനാണ് ഭിന്നശേഷി അധ്യാപകർ, അല്ലേ? ഇവിടെ വലിയൊരു ചോദ്യം. ആ ചോദ്യത്തിന് വലിയ മറുപടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജീവിക്കുന്നത് 2 ലോകത്തല്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു ലോകം മാത്രമേ ഉള്ളൂ, ഇവിടെ 2 ലോകമല്ല. അതുകൊണ്ട് തന്നെ അവരും നമ്മുടെ ലോകത്താണ് ജീവിക്കുന്നത്, നമ്മളും അവരുടെ ലോകത്താണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് നമ്മുടെ ക്ലാസ് റൂം. നമുക്കറിയാം ആ ക്ലാസ് റൂമിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇപ്പം ഭിന്നശേഷി ഉള്ള ഒരു കുട്ടി, എൻ്റെ ക്ലാസ്സിൽ ഒരു കേൾവി പരിമിതിയുള്ള കുട്ടിയുണ്ട്. അവൾ കൃത്യമായി അവളെ ആ ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള കുട്ടി എന്ത് ചെയ്യുന്നു, ആ ബാറ്ററി മാറ്റി കൊടുക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, അവിടെ നടക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. ആ വലിയ കാര്യം എന്താണ്? നാം എങ്ങനെയുള്ളവരായിരിക്കണം, അതായത് ആ മാനവികതയുടെ ഒരു തലം. അതേപോലെ മറ്റൊരു കാര്യം, എൻ്റെ ഒരവസ്ഥ, ഞാൻ ക്ലാസ് റൂമിലേക്ക് കയറുന്ന സമയത്ത് തന്നെ കുട്ടികൾ എന്നെ സ്വീകരിക്കുന്നു, എന്നിട്ട് ചെയറിലെത്തുന്നു. എന്നിട്ട് ഞാൻ ആ കുട്ടികളോട് പറയും, ആ മാഷ് ഭാഗ്യവാനാണല്ലോ, മാഷ്ക്ക് 56 കണ്ണുകളുണ്ടല്ലോ, 2 കണ്ണല്ലോ മാഷ്ക്ക് ഇല്ലാത്തുള്ളൂ. അപ്പോൾ ആ കുട്ടികളെ മനസ്സ് എന്നിലേക്കാട് ചേർത്ത് വെക്കുക ചെയ്യുന്നത്. ചേർത്ത് വെച്ച് ക്ലാസ് ആരംഭിച്ചിട്ട് എന്താണോ ഒരു പരിമിതിയുള്ള അധ്യാപകന് വേണ്ടത് അത് കുട്ടികൾ ചെയ്തിരുന്നു. ആ കുട്ടികളുടെ ഒരു ശുദ്ധ പ്രകൃതി എത്ര മനോഹരം! അതിൻ്റെ ഒരു ആസ്വാദന തലം എന്ന് പറഞ്ഞാൽ അധ്യാപകൻ എന്നുള്ള കണ്ണ് നിറയുന്നു. കാരണം പുറത്തു പോയിട്ട് ചെരുപ്പ് എവിടെയാ വെച്ചത് തട്ടി അങ്ങോട്ടും നീങ്ങിയ ചെരുപ്പ് കാലിലേക്ക് അണിയിച്ചു തരുന്ന കുരുന്നു മക്കളുടെ മനസ്സ്. കഴിഞ്ഞ ദിവസം ഒരു അമ്മനെ വിളിച്ചു. ഞാൻ എൻ്റെ മകനോട് ചോദിച്ചു, എന്താണ് ഉറങ്ങുന്ന സമയത്ത് മോനെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന്. അതിന് ആ കുട്ടി പറഞ്ഞ മറുപടിയാണ്, അതായത് എൻ്റെ കാഴ്ചാപരിമിതരായ എൻ്റെ പ്രിയപ്പെട്ട സാറിന് കണ്ണിന് വെളിച്ചം കിട്ടലാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാ കുട്ടി പറയുന്ന സമയത്ത് ആലോചിച്ച് നോക്കൂ, എത്ര നല്ല കുട്ടികളാണ് നമ്മുടെ മുന്നിൽ കിട്ടുന്നത്. ആ കുട്ടികളെ മാനവികതയുടെ തലം, നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ മാനവികത വളർത്താൻ ലോകത്ത് എന്തെങ്കിലും ഗവേഷണ സ്ഥാപനങ്ങളുണ്ടോ? ഇല്ല. ഇത് നമ്മുടെ ഹൃദയത്തിലാണ്, അധ്യാപകരുടെ ഹൃദയത്തിലാണ് മാനവികത വളർത്തേണ്ടത്. അതിൻ്റെ ഗവേഷണ പ്രവർത്തനങ്ങളാണ് നമ്മൾ ആരംഭിക്കേണ്ടത് എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. അപ്പം ഇതിൽ ഏറ്റവും പ്രധാനം നമ്മൾ നല്ല നല്ല മാനവികതയുള്ള കുട്ടികളെ വാർത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതാണ് സമൂഹത്തിൻ്റെ നട്ടല്. സമൂഹത്തിൻ്റെ നട്ടൽ നമ്മൾ എന്തൊക്കെ പറയുന്നു, അതിലേറെ ഞാൻ ആസ്വദിച്ചൊരു സന്ദർഭം പറഞ്ഞുതരാം.
അതായത് എൻ്റെ മകൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ മീറ്റിങ്ങിന് പോയ സമയത്ത് ഞാൻ അവിടെ കയറി ചെന്നു. അപ്പോൾ ആരും എന്നെ സഹായിക്കാനില്ല. പക്ഷേ കളിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ നിന്ന് ആ 7 വയസ്സുകാരൻ ഓടി വന്നിട്ട് ഉപ്പാ ഇവിടെ ഇരിക്കുക എന്ന് പറയുന്ന സമയത്ത് ഈ ചെയറിൽ ഇരിക്കുപ്പ എന്ന് പറയുന്ന നേരം കണ്ണ് നിറയുന്നു. ഞാൻ ആസ്വദിച്ചു. ഇപ്പൊ ഇതെവിടെ കിട്ടുന്നറിയോ? ഈ ക്ലാസ് റൂമിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം ഈ രക്ഷിതാക്കൾ PTA മീറ്റിംഗിൽ കൃത്യമായി പറഞ്ഞതാ, ഈ വലത് കയ്യിൽ തൂങ്ങിയത് നിങ്ങൾക്ക് കിട്ടും. ഈ വലത് കയ്യിൽ തൂങ്ങിയത് നിങ്ങൾക്ക് കിട്ടും. എവിടെയെന്നറിയോ? നിങ്ങളുടെ കട്ടിലിനരികിൽ ഇരിക്കാൻ നിങ്ങളുടെ കുട്ടി ഉണ്ടാവും. നിങ്ങളുടെ കട്ടിലിനരികിൽ ഇരിക്കാൻ നിങ്ങളുടെ കുട്ടി ഉണ്ടാവും. നിങ്ങൾക്ക് മരുന്നെടുത്ത് തരാൻ നിങ്ങളുടെ കുട്ടികളുണ്ടാവും. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ എല്ലാം ഉണ്ട്. വിദ്യാഭ്യാസം ഉണ്ട്. വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഉന്നത ഇത് ലഭിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യൻ വിലപിക്കുന്ന രംഗടാ. രക്ഷിതാക്കൾ ഇങ്ങനെയൊക്കെ വിദ്യാഭ്യാസം നൽകിയിട്ടും വിലപിക്കുന്ന രംഗം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന പ്രായം ബാധിക്കുന്ന സമയത്ത് അവർക്ക് കാരുണ്യത്തിന് ആളുകളില്ലാത്ത ഒരു പ്രത്യേക അവസ്ഥയിൽ അവർക്ക് താങ്ങാവാൻ അവിടെയാണ് ഈ ക്ലാസ് റൂം ഉപകരിക്കുക എന്നുള്ളത്. അവിടെയാണ് ഭിന്നശേഷി അധ്യാപകൻ ഒരു കുട്ടിയെ സ്വാധീനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ സാധ്യത ഇനി നമുക്ക് നാളെ തന്നെ നിങ്ങൾ ക്ലാസ് റൂമിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ അവിടെ സ്പെഷ്യൽ ടീച്ചർ ഉണ്ടാവും. ആ ടീച്ചറെടുത്ത് ചോദിക്കണം. അതിൻ്റെ കുട്ടികളുടെ വിവരങ്ങൾ അറിഞ്ഞിട്ട് ടീച്ചർ പറയുന്ന മറുപടി ഉണ്ടാവും. എന്താ വെച്ചാൽ ആ വീട്ടിലേക്ക് വിളിച്ച് നമ്മുടെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ പേരുള്ള ഒരു കുട്ടിയുണ്ട്, ക്ലാസ്സിൽ വരാറില്ല. അവിടേക്ക് വിളിച്ചു നോക്കുന്ന സമയത്ത് ആ ഉമ്മ പറയും, എന്താ അറിയോ, നിങ്ങൾ വരുന്ന സമയത്ത് എന്തെങ്കിലും അത്യാവശ്യമുള്ളതെന്ന് വെച്ചാൽ ഡയപ്രം മതി എന്ന് പറയുന്ന ആ ഉമ്മമാരുണ്ട്. അവരുടെ കണ്ണീരൊപ്പാൻ ഓരോരോ അധ്യാപകൻ കഴിയണം. അങ്ങനെയാണ് നമ്മൾ മികവിൻ്റെ ആ ചേർത്ത് പിടിക്കാൻ നമുക്ക് കിട്ടിയ തൊഴിലിൻ്റെ ആ മഹത്തായ അനുഗ്രഹം നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അത്തരം വീടുകളിലേക്ക് കയറി ചെന്ന് ആ കുട്ടി പ്രഗ്നൻ്റ് ആയെന്ന് അറിഞ്ഞത് മുതൽ ആ സ്കാനിങ് റിപ്പോർട്ട് കണ്ടത് മുതൽ വേദനിക്കുന്ന ഹൃദയവുമായി കഴിയുന്ന ഉമ്മൻ്റെ അടുത്തേക്ക് കയറി ചെന്നിട്ട് ഇതാ ഞങ്ങളുണ്ട്, നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളെ കുട്ടീനെ ഞങ്ങൾ വളർത്താം. അങ്ങനെയാണ് നേരത്തെ അദ്രൈമാൻ സാർ സൂചിപ്പിച്ചതുപോലെ ഇതിലെ IAS കിട്ടിയിട്ടുള്ള സെറിബ്രൽ പാൾസി ബാധിച്ച കുട്ടിയുണ്ട്, അറിയോ? അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കണം. ഇതിൽ ഒരു ഭാഗം ഞാൻ എല്ലാവരെയും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. PSC നിയമനത്തിൻ്റെ രംഗം വരുമ്പോഴും എയ്ഡഡ് സ്കൂളിലെ അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യം വരുമ്പോഴും ഒരു ഡിസേബിലിറ്റിയുള്ള ഒരു ഭിന്നശേഷിക്കാരനായ അധ്യാപകൻ ഒരു തടസ്സമായും ബുദ്ധിമുട്ടായും ചിലപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ അഴിച്ചു വെക്കണം എന്നാണ് ഞാൻ പറയാം. ഈ നിമിഷത്തിൽ അത് അഴിച്ചു വെക്കണം. പല സപ്പോർട്ടുകൾ അവർക്ക് നമ്മൾ കൊടുക്കണം. കണ്ണു കാണാത്ത ഒരു അധ്യാപകന് അയാളുടെ കയ്യിലെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്തേക്ക് ഉയർന്നു വരാൻ നമുക്കും നമ്മുടെ കുട്ടികൾക്കും സാധിക്കണം. ഞാൻ എൻ്റെ വളരെ പേഴ്സണലായ അനുഭവം പറയാം. ഞാൻ പറയുമ്പോൾ തന്നെ ചില ആളുകൾക്കൊക്കെ വ്യക്തിയെ മനസ്സിലാകും. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നൊരു സാറ്, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പാരൻറ്റിനൊരു സംശയം. പാരൻറ്റ് ആ ക്ലാസ് ഒന്ന് മാറ്റണം മാഷേ, ആ ക്ലാസ് ഒന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ കുട്ടിക്ക് അക്ഷരം പഠിയില്ല. അപ്പം ഞാൻ ആ പാരൻറ്റിനോട് പറഞ്ഞു, നിങ്ങൾ ഒരു 3 ആഴ്ച സമയം തരും, എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം, മാഷെ വിഷമിപ്പിക്കാൻ പാടില്ല. കുട്ടികൾക്ക് അദ്ദേഹം ബോർഡിൽ, ഈ പാരൻറ്റിൻ്റെ കൺസേൺ അതായിരുന്നു, മൂപ്പർക്ക് ബോർഡിൽ എഴുതി പഠിപ്പിക്കാൻ പറ്റുമോ? നമ്മൾ ചില ഊഹങ്ങളാണ് നമ്മളെക്കാരും ഏബിളാണ് അവർ. അപ്പോൾ അദ്ദേഹം ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികളോട് നമ്മൾ നേരത്തെ പറഞ്ഞ് സെറ്റാക്കിയിട്ട് നമ്മൾ ആരാ ക്ലാസ്സിൽ ചോദിച്ചു, മാഷ് ആരും ഇല്ല മാഷേ എന്ന് കുട്ടികളൊക്കെ പറഞ്ഞു. ഇല്ല ആരുണ്ടല്ലോ, ഇല്ല മാഷേ ആരും ഇല്ല എന്ന് പറഞ്ഞു. കുട്ടികളോട് അങ്ങനെ കൈയണിച്ച് വീഡിയോ പകർത്തി ആ വീഡിയോ ആ പാരൻറ്റിന് അയച്ചു കൊടുത്തപ്പോൾ ഞാൻ ആ മാഷോടൊന്ന് സോറി പറയട്ടെ എന്ന് അദ്ദേഹം ചോദിച്ചു. യൂട്യൂബിൽ ഞങ്ങളെ സ്കൂളിൻ്റെ ചാനലിൽ ഒരു ഡോക്യുമെൻ്ററിക്കിടയിൽ അദ്ദേഹം ബോർഡിൽ എഴുതുന്ന ഞാൻ അടുത്ത വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് അങ്ങനത്തെ വലിയ ഇടപെടലുകൾക്ക് സാധിക്കണം എന്ന് തന്നെയാണ്. ഇനി നമ്മൾ മറ്റൊരു മേഖലയിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. അത് പലപ്പോഴും ലേഡീസ് ടീച്ചേഴ്സ് തൊട്ട് ജെൻസ് സ്റ്റാഫ് വരെയുള്ളവർ പറയുന്നൊരു വാക്കുണ്ട്, ആ ക്ലാസ്സിക്ക് എനിക്ക് പോകാൻ വയ്യ, ഒരു കുട്ടി അടങ്ങിയിരിക്കൂല. ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുട്ടികൾ ബാത്റൂമിൻ്റെ സൈഡിലിട്ടിട്ട് പച്ചക്ക് തല്ലി കൊല്ലണ രീതിയിലാണ്. അച്ചടക്കത്തിൻ്റെ 2 എൻഡുകളാണ് ഞാൻ പറയുന്നത്. ക്ലാസ് എടുക്കുന്ന ടീച്ചറോട് കമൻറ്റ് പറയുന്ന ആൾ മുതൽ സ്വന്തം സുഹൃത്തിനെ തല്ലി ചതക്കുന്ന വിദ്യാർത്ഥി വരെയുള്ള ഇടങ്ങളിൽ ഡിസിപ്ലിനിൽ നമുക്ക് എന്തു പ്ലാനുണ്ട്? കേവലം തൊണ്ടയിൽ നിന്നുയരുന്ന ശബ്ദത്തിൻ്റെ അപ്പുറത്ത് എന്ത് പ്ലാനുണ്ട് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താനാണ് ഈ നിമിഷത്തിൽ തീർച്ചയായും നമ്മൾ ശ്രമിക്കുന്നത്. ആദരണീയനായ നമ്മുടെ
ഹമീദ് മാസ്റ്ററാണ് ആ വിഷയം കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം ഗ്രീൻ വാലി സ്കൂളിൻ്റെ പ്രിൻസിപ്പാളാണ്. അദ്ദേഹം വ്യത്യസ്തമായ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ച ഒരാളാണ്. അദ്ദേഹം നല്ലൊരു മെൻറ്ററാണ്, അദ്ദേഹം നല്ലൊരു കൗൺസിലറാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പുസ്തകമാണ് എന്ന് ഞാൻ പറയും. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ആ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും. വളരെ അനൗപചാരികമായതുകൊണ്ടാണ് നമ്മളൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത്. ആദ്യമേ രണ്ട് കാര്യം പറയാം. ഒന്ന്, ഈ ഡിസിപ്ലിൻ എന്നത് നമ്മൾ പലപ്പോഴും കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ചിന്തിക്കുന്നത്. എന്നാൽ അതിനപ്പുറം ചിലതുണ്ട് എന്നുള്ളത്. രണ്ട്, മാറിയ ഒരു കാലഘട്ടത്തിൽ പഴയതുപോലെ നമുക്ക് കുട്ടികളെ ഉപദേശിച്ചോ തല്ലിയോ ശാസിച്ചോ ഒന്നും ഈ അച്ചടക്കം വളർത്താൻ കഴിയില്ല. എന്തുകൊണ്ട് തന്നെ ഒരു 3 കീ വേർഡുകൾ ഞാനവിടെ കാണിച്ചു. അതാണ് ഡയലോഗ്, ഡിസ്കോഴ്സ്, ഇൻവോൾവ്മെൻറ്റ്. നമുക്ക് സംസാരത്തിലൂടെ അവരോട് തന്നെയുള്ള ഇൻട്രാക്ഷനിലൂടെ അവരെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാത്രമേ ഭാവിയിൽ നമുക്ക് സ്കൂളിലോ ക്ലാസ് മുറികളിലോ ഒക്കെ തന്നെ ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ 5 കാരണങ്ങളുണ്ട്. ഒന്ന്, സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 2, ക്ലാസ് മുറികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 3, ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 4, ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 5, സ്റ്റുഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ വളരെ പർട്ടിക്കുലറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുമായി ബന്ധപ്പെട്ട് ഒന്നേ ഉള്ളൂ. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ കുട്ടികളെ, അതൊരു ഇൻഡിവിജ്വൽ എന്ന അർത്ഥത്തിൽ കുട്ടികളുടെ ചില പ്രത്യേകമായ പ്രയാസങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ വളർച്ചയുടെ ഘട്ടത്തിലൊക്കെ സംഭവിച്ചതോ കുടുംബപരമായോ ഒക്കെ ഉള്ള ചില കാരണങ്ങൾ കൊണ്ട് കുട്ടികൾ മിസ്ബിഹേവ് ചെയ്യുന്നുണ്ടാവും. ഞാൻ 2 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, ഒരു കുട്ടി, ആ കുട്ടി 5ാം ക്ലാസ്സിൽ വന്ന് ചേർന്നൊരു കുട്ടിയായിരുന്നു. കുട്ടിയെക്കുറിച്ച് ദിവസവും ടീച്ചേഴ്സ് വന്ന് പരാതി പറയും. അവന് അടങ്ങിയിരിക്കില്ല, ബെഞ്ചിൻ്റെ മുകളിൽ കയറും, എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കും, മറ്റു കുട്ടികളെ ഉപദ്രവിക്കും. നമുക്കെല്ലാവർക്കും ചിരപരിചിതമായെന്ന് വെച്ചാൽ വളരെ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ഒരുപാട് സിംറ്റംസ് ആ കുട്ടിക്കുണ്ട്. അപ്പം ഞാൻ ഈ കുട്ടിയെ നേരെ തന്നെ പുറത്തു പോയി ഞാൻ തന്നെ ഒബ്സർവ് ചെയ്യുകയും ഈ കുട്ടിയുടെ ക്ലാസ് റൂമിലെ ബിഹേവിയർ കാണുകയും ഞാൻ ആ പാരൻറ്റിനെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ പാരൻ്റ് ആക്ച്വലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പാരൻ്റാണ്. അവരോട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, അങ്ങനെ ഈ ADHDയുടെ സിംറ്റംസ് കുട്ടിക്ക് കാണുന്നുണ്ട്, നമുക്കൊരു ചെറിയൊരു ഡയഗ്നോസിസ് നടത്തണം. അവർ അതിന് തയ്യാറായി. ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടിട്ട് അപ്പോൾ സിവിയറായിട്ടുള്ള ADHDയുടെ സിംറ്റംസ് തന്നെയാണ് കുട്ടിക്കുള്ളത്. അപ്പോൾ ഇവിടെ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ മെഡിക്കേഷൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഒപ്പം ഈ കുട്ടിക്ക് ഉള്ള കഴിവുകൾ കണ്ടെത്തലാണ് ഏറ്റവും പ്രധാനം. കാരണം റെക്കഗ്നിഷൻ സീക്കിംഗ് കൂടാണ് കുട്ടി. അപ്പോൾ ആ കുട്ടിക്ക് നന്നായിട്ട് ചെസ്സ് കളിക്കാനുള്ള കഴിവുണ്ട്, അതുപോലെ തന്നെ വരയ്ക്കാനുള്ള കഴിവുണ്ട്. ഈ 2 നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഈ 2 മേഖലകളിലും ഈ കുട്ടിയെ ഇൻവോൾവ് ചെയ്യുകയും ആ കുട്ടി വളരെ പെട്ടെന്ന് തന്നെ ആ രീതിയിലുള്ള താല്പര്യങ്ങളിലൂടെ ദിവസവും എന്നെ വന്നിട്ട് അവൻ കാണിക്കുമ്പോൾ അവൻ വരച്ച കാര്യങ്ങൾ ഞാൻ അവനെ കൊണ്ട് ലോഗോ ഡിസൈൻ ചെയ്യിപ്പിച്ചു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ 7ാം ക്ലാസ്സിലെത്തുമ്പോഴേക്ക് ഈ കുട്ടി, അവൻ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടിയാണ്, നന്നായിട്ട് പഠിക്കുന്നു എന്ന് മാത്രമല്ല ആ കുട്ടിയെക്കുറിച്ചുള്ള ഒരു നേരത്തെ ട്രബിൾ ഒരു 5% കുറഞ്ഞിട്ടുണ്ടാവും. രണ്ടാമത്തൊരു കുട്ടിയുടെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, ആ കുട്ടി ക്ലാസ്സിലിരുന്ന് വെറുതെ കരയും, വെറുതെ ചിരിക്കും, ഇടയ്ക്ക് വളരെ അബ്സേർഡായിട്ടുള്ള മാനേഴ്സൊക്കെ കാണിക്കും. ആ കുട്ടിയെ ടീച്ചേഴ്സ് കൊണ്ടുവന്ന് ഇതുപോലെ തന്നെ പറഞ്ഞപ്പം ഞാൻ ആ കുട്ടിയെ വിളിച്ച് അവളോട് സംസാരിച്ചു. പാരൻസിനോട് സംസാരിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. 91ാമത്തെ ദിവസം ഉമ്മ ആത്മഹത്യ ചെയ്തൊരു കുട്ടിയാണ്. സ്വാഭാവികമായി ഇതിൻ്റെ ട്രോമകൾ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യം അതാണെന്നാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. പക്ഷേ പിന്നീട് ഒരു കാര്യം കൂടെ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, എക്സാമിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് ഈ ഗ്രാൻഡ് ഫാദർ വന്ന സമയത്താണ് ഈ കുട്ടി, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത്, 20ൽ 17 മാർക്ക് കിട്ടിയിട്ടുള്ളൂ സാറേ. അടുത്തൊരു പരീക്ഷയ്ക്ക് ഈ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ് കുട്ടിക്ക് 1 മാർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ സ്നേഹം കൊടുക്കേണ്ട ഗ്രാൻഡ് പാരൻറ്റിൻ്റെ കയ്യിൽ നിന്നുള്ള സ്ട്രെസ്സ് കൂടെ ഈ കുട്ടി ഏറ്റുവാങ്ങുന്നുണ്ടെന്ന് മനസ്സിലായി. സ്വാഭാവികമായിട്ടും നമ്മൾ ആ കുട്ടി അത് സംസാരിച്ച് മാറ്റി. ഇവിടെ ഞാൻ പറയുന്ന വെച്ചാൽ, ഒന്ന്,
ഇത്തരത്തിലുള്ള കേസുകളിലെല്ലാം തന്നെ നമുക്കൊരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ആ കുട്ടികളെ മനസ്സിലാക്കുകയും ബോണ്ടേജ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യണം. ബാക്കി കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഈ പറഞ്ഞ രണ്ടാമത്തെ ഇത് പറഞ്ഞല്ലോ, നമ്മൾ ഈ ക്ലാസ് റൂമുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ. ക്ലാസ് റൂം ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് അതിൻ്റെ സ്ട്രെങ്ത്തും സ്ട്രക്ചറൊക്കെ പ്രശ്നമായിരിക്കും. എന്നാൽ അതിനേക്കാൾ കൂടുതലായിട്ട് ക്ലാസ് റൂമിൽ തുടക്കം തൊട്ട് തന്നെ നമുക്ക് ചില റൂളുകൾ ആവശ്യമാണ്. പക്ഷേ ആ റൂളുകൾ നമ്മൾ കുട്ടികളെ കൂടെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് അവരെ കൂടെ ഭാഗഭാക്കാക്കിക്കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതും അവരെ കൊണ്ട് തന്നെ ഞാൻ എഴുതി എക്സിബിറ്റ് ചെയ്യിപ്പിക്കുക, ഒരു സെറ്റ് റൂട്ടീൻ എപ്പോഴും ക്ലാസ്സിൽ ഫോളോ ചെയ്യുക, ഒരു പാറ്റേൺ ക്ലാസ്സിന് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ കുട്ടികൾ സെൽഫ് ഓർഗനൈസേഷൻ നടക്കും. മാത്രമല്ല ക്ലാസ് കോൺഷ്യസ് ആകും. ഇപ്പോൾ പള്ളിയിൽ വന്ന ആ കുട്ടി നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടി പള്ളിയാന്നുള്ള അവയർനെസ് ഉള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ ക്ലാസ് കോൺഷ്യസ്നെസ് ക്രിയേറ്റ് ചെയ്യണം. റെസ്പോൺസിബിലിറ്റീസ് അവർ നമ്മൾ പരമാവധി ഏൽപ്പിക്കണം. മോണിറ്ററിങ്, പല കാര്യങ്ങളുടെയും മോണിറ്ററിങ് അവരെയാണ് ഏൽപ്പിക്കേണ്ടത്. ആ രീതിയിൽ കുട്ടിയെ നമ്മൾ കുറച്ചുകൂടെ അവരുടെ ക്ലാസ്സാണെന്നുള്ള ബോധം വളർത്തൽ പ്രധാനമാണ്. 3ഉം 4ഉം പറഞ്ഞു. ടീച്ചേഴ്സിന് കാരണമെന്ന് പറയാൻ കാരണം, ടീച്ചേഴ്സിന് ഏതെങ്കിലും രീതിയിൽ കണ്ടൻറ് ഡെലിവറിക്ക് അവർ പ്രാപ്തരല്ലെങ്കിൽ ക്ലാസ് ബോറടിക്കും. അത് അൾട്ടിമേറ്റായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുക കുട്ടിയുടെ ഡിസിപ്ലിനിലായിരിക്കും. ഇതുപോലെ തന്നെ ക്ലാസ് റൂം മാനേജ്മെൻറ്റ്, ഇതിനുള്ള കഴിവുകേട് ടീച്ചേഴ്സിനുണ്ടെങ്കിലും അതും അൾട്ടിമേറ്റായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുക ഈ ഇൻഡിസിപ്ലിനിലായിരിക്കും. അതുകൊണ്ട് തന്നെ ആ 2 കാര്യങ്ങളും ടീച്ചേഴ്സാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. അവസാനത്തേത് സ്കൂൾ റിലേറ്റഡ് ആണെന്ന് പറഞ്ഞു. സ്കൂളിൻ്റെ മൊത്തത്തിൽ എന്ത് ചെയ്യണം, ഒരു ഡിസിപ്ലിൻ സിസ്റ്റം ആവശ്യമുണ്ട്. നമ്മൾ അസംബ്ലി കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സൈലൻ്റ് ഹവർ എന്നോ സൈലൻ്റ് മൊമെൻ്റ് എന്നോ അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് ഡെവലപ്പ് ചെയ്യുന്ന മെഡിറ്റേറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിൽ സ്കൂളിൽ മൊത്തത്തിൽ തന്നെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടെങ്കിൽ അതും കുട്ടികളെ ഈ ഒരു ഡിസിപ്ലിൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് സഹായിക്കും. വളരെ വളരെ വേഗത്തിൽ ആ ടൈമിൻ്റെ ഉള്ളിൽ നിൽക്കാനുള്ള ശ്രമമാണ് സാറ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചില ആളുകൾക്കെങ്കിലും തോന്നും ഒക്കെ നല്ല വിശദീകരിക്കാനുള്ള കുറേ കാര്യങ്ങൾ ഭയങ്കര ചെറിയ ടൈമിൻ്റെ ഉള്ളിലാണ് പോകുന്നതെന്ന്. ഇത് ശരിക്ക് ഞങ്ങൾ വിഷ്ണു യൂത്ത് നടപ്പിലാക്കാൻ പോകുന്ന ഒരു പദ്ധതിയുടെ ഒരു ഡെമോ സെഷനാണ്. തുടർച്ചയായ കുറച്ച് ഓൺലൈൻ തലത്തിൽ ഞങ്ങളുടെ കോഴ്സ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് പീസ് റേഡിയോയിലെ ഒരു കോഴ്സ് പ്ലാറ്റ്ഫോം ഉണ്ട്. അതിലൂടെ ഫ്രീ ഓഫ് കോസ്റ്റിൽ ₹1 വാങ്ങാത്തൊരു കോഴ്സ് ഈ ഒരു നിമിഷത്തിൽ ഇവിടെ യൂത്തിന് വേണ്ടി ഞാൻ അനൗൺസ് ചെയ്യുകയാണ്. അപ്പോൾ മാഷടക്കമുള്ളവരെ നിങ്ങൾക്ക് കൂടുതൽ കേൾക്കാൻ തീർച്ചയായും കഴിയും. മാഷ ടൈമിൻ്റെ ഉള്ളിൽ നിൽക്കാൻ ഭയങ്കരമായ പരിശ്രമം നടത്തി എന്നതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു സോറി പറയാണ്. തീർച്ചയായും ഇപ്പം ഒറ്റ വാചകം ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നു. സോറിയാസിസ് ബാധിച്ചൊരു കുട്ടി തെറി മാത്രമേ അവൻ പറയുള്ളൂ. അപ്പോൾ അവൻ പറയുന്ന തെറി അവസാനം നമ്മൾ പറയലോ മാനേജ് ചെയ്യാൻ വേണ്ടി ഒന്ന് എഴുതിക്കാൻ പറയാൻ പറഞ്ഞപ്പോൾ 4ാം കിട ഒരു ചങ്ങാതിയേക്കാളും മോശമാണ്. അപ്പോൾ അവൻ്റെ പ്രശ്നം അവൻ്റെ കൈ ഇങ്ങനെ കാലിങ്ങനെ. എല്ലാവരും ഇവനെ പറയുമ്പോൾ ഇവന് തിരിച്ച് ചെയ്യാൻ പറ്റൂല, അവന് നാവുകൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഇഷ്യൂവിനെ ഐഡന്റിഫൈ ചെയ്ത് അവനില്ലാത്തൊരു ദിവസം അവനെ പറ്റി പറഞ്ഞപ്പോൾ NITയിൽ 600 മാർക്ക് നേടി, പിന്നെ +2 ഫുൾ മാർക്ക് നേടി NITയിൽ ജോയിൻ ചെയ്ത അവൻ്റെ ജ്യേഷ്ഠനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അവൻ്റെ കെയറിങ് കൊടുത്തപ്പോൾ അവൻ ക്ലിയറായി. അപ്പോൾ അച്ചടക്കത്തെ സ്വഭാവത്തെ നമ്മൾ കേസ് സ്റ്റഡി ആയിട്ട് കൂടി എടുക്കണം എന്ന മാഷിൻ്റെ ആ ഒരു ഭാഗം ഞാൻ ഒന്നുകൂടി ആഡ് ചെയ്ത് പറയാണ്. മറ്റൊരു മേഖലയിലേക്ക് വളരെ വേഗത്തിൽ. നമ്മൾ പലപ്പോഴും ക്ലാസ് മുറിയിൽ കുട്ടി ഇരിക്കുമ്പോൾ കുട്ടിക്ക് നമ്മൾ കണ്ടന്റ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടന്റ് കിട്ടാൻ ഒരു പണിയില്ല. പല പല ക്ലാസ്സുകളും പല പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ഉണ്ട്. ഞാൻ ഹോം സ്കൂളിങ്ങിന് പോട്ടെ എന്ന് ഇവിടെ ഇപ്പോൾ ഉള്ളൊരു കുട്ടി, വളണ്ടിയർ ആയിട്ടുള്ളൊരു കുട്ടി ആ കുട്ടിയുടെ പാരന്റിനോട് ചോദിച്ചു. അപ്പോൾ ആ പാരന്റ് ചോദിച്ചു, ഞാൻ പോണ സ്കൂളിലെ മുഴുവൻ കുട്ടികളും അങ്ങനെ തീരുമാനിച്ച മോനെ എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ ഒരു വലിയ വിഷയമുണ്ട്. കണ്ടന്റ് ഡെലിവറിനോടത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അബ്ദുൾ റഷീദ് കുട്ടമ്പൂര്, അദ്ദേഹം ബേസിക്കലി മാത്സ് അധ്യാപകനാണ്. അദ്ദേഹം നല്ലൊരു കൗൺസിലറാണ്. കഴിഞ്ഞ നമ്മുടെ അധ്യാപക സമ്മേളനത്തിൽ നന്നായി സംസാരിച്ചിട്ടുണ്ട്. പലപ്പോഴും കുട്ടി എന്ത് പഠിക്കുന്നു, എന്തിനു പഠിക്കുന്നു എന്നറിയാത്തൊരു പ്രശ്നമുണ്ട്. റഷീദ് സാർ ആ ഒരു മേഖലയിലേക്കാണ് നമ്മളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അസ്സലാമു അലൈക്കും. കണ്ടന്റ് ഡെലിവറി ഒരു ടീച്ചർ എന്നുള്ള നിലക്ക് നമ്മുടെ പ്രധാനമായ ദൗത്യം അതാണെന്ന് നമുക്കറിയാമല്ലോ. ആ വിഷയത്തിൽ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നിരവധി പ്രശ്നങ്ങളുടെ ഭാണ്ഡങ്ങൾ മനസ്സിൽ ചുമന്നുകൊണ്ടാണ് നമ്മൾ ക്യാമ്പസുകളിലേക്ക് കയറി ചെല്ലുന്നത്. കുട്ടികൾ നിഷ്കളങ്കരാണ്. അതുകൊണ്ട് എല്ലാ ഭാണ്ഡങ്ങളും ക്യാമ്പസിന് പുറത്ത് അഴിച്ചു വെച്ചുകൊണ്ട് തുറന്ന ഒരു മനസ്സോടെ കുട്ടികളെ അഭിമുഖീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിൽ റാപ്പോർട്ട് എന്നത് കുട്ടികളുമായുള്ള നമ്മുടെ മാനസികമായ ബന്ധം കണ്ടന്റ് ഡെലിവറിയിലെ ഒന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അവരെ അഭിവാദ്യം ചെയ്ത്
തുറന്ന മനസ്സോടെ അവരെ സ്വീകരിച്ച് നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള സന്നദ്ധത അവരിൽ ഉണ്ടാക്കിയെടുക്കുക, റെഡിനെസ് എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അങ്ങനെ റാപ്പോർട്ടിലൂടെ അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ് മാനസികമായ ബന്ധം സ്ഥാപിച്ച് അവരെ പഠനത്തിന് സന്നദ്ധരാക്കിയ ശേഷം നമുക്ക് ചെയ്യാനുള്ളത് മുന്നറിവുകൾ പരിശോധിക്കുക എന്നതാണ്. ഏറ്റവും പ്രധാനം കൺസ്ട്രക്ഷൻ ഓഫ് നോളജ് ഓൺ പ്രയർ നോളജ് എന്നുള്ളതാണ്. കുട്ടി അറിവിൻ്റെ ഒരു സമാഹാരമാണ്. അതുകൊണ്ട് നമ്മൾ അവർക്ക് കൺവേ ചെയ്യാനുള്ള ആശയവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ മുന്നറിവ് എന്നത് ക്ലാസ് റൂമിലെ ഏറ്റവും പ്രധാനമായ ഒരു തലമാണ്. ആ മുന്നറിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം നൽകുന്ന അറിവുകളെ ട്രാൻസ്ഫർ ചെയ്യാനും അപ്ലൈ ചെയ്യാനും സാധിക്കുന്നിടത്താണ് ഒരു ക്ലാസ് റൂം വിജയിക്കുക. ഒരു ഗണിതശാസ്ത്ര അധ്യാപകൻ എന്നുള്ള നിലക്ക് വ്യക്തി ജീവിതത്തിൽ നമുക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പലപ്പോഴും പിൽക്കാലത്ത് സ്കൂൾ വിട്ട് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ ശേഷം കാണുമ്പോൾ തമാശ രൂപത്തിൽ പലരും ചോദിക്കാറുണ്ട്, സാറേ അന്നത്തെ A+B² ജീവിതത്തിൽ പിന്നെ എവിടെയും കണ്ടിട്ടില്ലല്ലോ. എന്നാൽ നേരെ തിരിച്ചുള്ള അനുഭവമുണ്ട്. ഒരു കുവൈത്ത് യാത്രക്കിടയിൽ പണ്ട് പഠിപ്പിച്ചൊരു കുട്ടി എന്നോട് പറഞ്ഞു, സാറേ ഞാൻ NIT PhD ഒക്കെ കഴിഞ്ഞ് കുവൈത്തിലെ ഗവൺമെൻറ് സ്ഥാപനത്തിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യാണ്. അന്ന് സാറ് പഠിപ്പിച്ച ഇൻ്റഗ്രേഷൻ്റെ ആപ്ലിക്കേഷൻ ഇപ്പോഴാണ് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു അധ്യാപകനായ നമുക്ക് വേണ്ടത്ര മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. കാരണം അറിവിൻ്റെ ലോകം അത്ര വികാസമുള്ളതാണ്. പക്ഷേ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പകർന്നു കൊടുക്കുന്ന അറിവുകളെ ജീവിതവുമായി ബന്ധപ്പെടുത്തുക, അതിൻ്റെ ട്രാൻസ്ഫർ, അതിൻ്റെ അപ്ലിക്കേഷൻ എന്നത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. 1-ാം ക്ലാസ്സിൽ വെച്ച് അല്ലെങ്കിൽ 2-ാം ക്ലാസ്സിൽ വെച്ച് 2 × 3 = 5 എന്നൊരു കുട്ടി പഠിച്ചു കഴിഞ്ഞാൽ വീട്ടിലെത്തിയാൽ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും പുറമെ 3 മക്കളുള്ള ഒരു കുടുംബമാണ് അവരുടേതെങ്കിൽ നിന്റെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ഉടനെ കുട്ടിക്ക് 5 എന്ന് പറയാൻ സാധിക്കുക എന്നതാണ്. 2 × 3 = 5 എന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ 12 × 13 = 25 എന്ന് അനുബന്ധമായി കുട്ടി ഉൾക്കൊള്ളുക എന്നിടത്താണ് നാം ഡെലിവർ ചെയ്ത കണ്ടന്റിൻ്റെ വിജയമുണ്ടാകുന്നത്. ഏതു വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം ദഹബ മുഹമ്മദ്, ദഹബത്തു ഫാത്തിമ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജലസ എന്ന് ഉപയോഗിച്ചാൽ, ജലസ നാസിർ എന്ന് പറഞ്ഞാൽ പിന്നീട് സലീമയാണെങ്കിൽ പറയേണ്ടുന്ന വാക്ക് എന്ത് എന്ന് കുട്ടി തിരിച്ചറിയലാണ്. അങ്ങനെ തിരിച്ചറിയുമ്പോൾ അറബി ഭാഷയിൽ ഇതര ഭാഷകളിൽ നിന്ന് വ്യത്യസ്തമായി ക്രിയയെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ ലിംഗത്തിനനുസരിച്ച് മാറുമെന്ന ആശയം വളരെ ബോധപൂർവം നാം കുട്ടിയിലേക്ക് കൈമാറുകയാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിൽ, സമയം പരിമിതമായതുകൊണ്ട് ചുരുക്കി സൂചിപ്പിക്കുകയാണ്, ആ വിഷയത്തെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുക. അതിലെ ഉൾക്കാഴ്ച നൽകുമ്പോഴാണ് നമ്മുടെ കണ്ടന്റ് ഡെലിവറി എന്നത് വിജയകരമായി തീരുന്നത്. അതേ പ്രകാരം ഏറ്റവും പ്രധാനമായ മറ്റൊന്നാണ് വാല്യൂ ഇൻ്റഗ്രേഷൻ. TM എഴുതുമ്പോൾ പലപ്പോഴും നമ്മൾ വാല്യൂ ഇൻ്റഗ്രേഷൻ എഴുതാൻ മറന്നു പോകാറുണ്ട്. ഏതു പാഠഭാഗങ്ങൾ പഠിപ്പിക്കുമ്പോഴും കുട്ടികൾക്ക് അതിൽ നിന്നൊരു വാല്യൂ കിട്ടണം. ഒരു മാത്സ് ടീച്ചർ എന്നുള്ള നിലക്ക് ഇപ്പോൾ സാധാരണ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഒരു അധ്യായമാണ് പലിശയും കൂട്ടുപലിശയും എന്നത്. സാധാരണ പലിശ കുട്ടികൾക്കറിയാം. പക്ഷേ കൂട്ടുപലിശയിലേക്ക് കടക്കുമ്പോൾ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകളുടെ ചിത്രങ്ങൾ, പത്രക്കട്ടിങ്ങുകൾ, ദൃശ്യങ്ങൾ കുട്ടികളുടെ മുമ്പിൽ കാണിച്ച് എന്താ ഈ പ്രശ്നത്തിൻ്റെ കാരണം? കൂട്ടുപലിശയാണ്. എന്താണ് കൂട്ടുപലിശയുടെ പ്രത്യേകത? പലിശയ്ക്കുമേൽ പലിശ വരുന്നു എന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ കുട്ടികളെ പഠിപ്പിക്കുന്നതോടൊപ്പം നാളെ നിങ്ങൾ വളർന്നു വലുതാകുമ്പോൾ ഒരു ബ്ലേഡ് കമ്പനിക്കാരനാകാൻ പാടില്ല എന്ന അതിമഹത്തായ മൂല്യം കൂടി ആ കുട്ടിയുടെ മനസ്സിലേക്ക് പകർത്തപ്പെടണം. അതുപോലെ തന്നെ നാം അവരുടെ മുമ്പിൽ നൽകുന്ന ഏതു പാഠഭാഗങ്ങളാകട്ടെ അതിൽ അന്വേഷണാത്മകമായി ഇടപെടാൻ കുട്ടിക്ക് സാധിക്കുമ്പോഴാണ് നാം നൽകിയ കണ്ടന്റ് യഥാർത്ഥത്തിൽ കുട്ടിയിലേക്ക് എത്തുന്നത്. പരീക്ഷയ്ക്ക് ഒരുപക്ഷെ അവർക്ക് 100-ൽ 100 മാർക്ക് കിട്ടിയിരിക്കാം. പക്ഷേ ജീവിതത്തിൻ്റെ പ്രായോഗിക തലത്തിലേക്കും മറ്റു മേഖലയിലേക്കും തിരികുമ്പോൾ നാം ഈ നൽകിയ ആശയത്തെ കുട്ടി എങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നു എന്നത് വളരെ പ്രധാനമാണ്. ഒരു ചെറിയ ഉദാഹരണം സൂചിപ്പിക്കാം. ബയോളജി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ 5-ാം ക്ലാസ്സിലോ 6-ാം ക്ലാസ്സിലോ വെച്ച് ജർമിനേഷൻ ഓഫ് സീഡ്, വിത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ഇതൊരു തത്വമായി മാത്രം പഠിപ്പിക്കേണ്ടതല്ല. അന്ന് അവൻ ഒരുപക്ഷെ രാവിലെ കഴിച്ചത് ചെറുപയറിൻ്റെ കറിയാകാം, കടലയുടെ കറിയാകാം. ആ ഒരു വിത്ത് എങ്ങനെ മുളച്ചു വരുന്നു എന്ന അനുഭവ പാഠം നേരത്തെ കുട്ടിക്ക് സത്യത്തിൽ ലഭിക്കേണ്ടതാണ്.
ആ അനുഭവ പാഠം പഠിക്കുമ്പോൾ 2 തരം ചെടികളുണ്ട്. മോണോകോട്ടിലെഡൻസ്, ഡൈക്കോട്ടിലെഡൻസ് അഥവാ ഏകബീജപത്രവും ദ്വിബീജപത്രവും എന്നിങ്ങനെ 2 തരത്തിലാണ് ചെടികൾ ഉള്ളത് എന്ന് തിരിച്ചറിയുകയും അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വേരിനൊരു പ്രത്യേകതയുണ്ട് എന്നത് അവന് സ്വയം ബോധ്യപ്പെടുകയും സ്കൂൾ വിട്ടു പോകുമ്പോൾ ആ റോഡിന്റെ ഇരുവശത്തുള്ള ഓടകളിൽ വളരുന്ന ഒരു ചെടി പിഴുതെടുത്തിട്ട് ഇതിൽ ഏതിൽ പെടുന്നു എന്നത് കുട്ടി മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് ആ കണ്ടന്റ് നാം യഥാർത്ഥത്തിൽ ഡെലിവർ നടത്തിയിട്ടുള്ളത്. അത് ഹയർ സെക്കൻഡറി തലത്തിൽ എത്തുമ്പോൾ അവൻ ഒരു ബ്ലേഡ് ഉപയോഗിച്ച് വേരിന്റെയോ കാണ്ഡത്തിന്റെയോ ഒരു ലോലമായ തലം അവൻ എടുത്ത് ഒരു മൈക്രോസ്കോപ്പിൽ വെച്ച് സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഘടനയിലൂടെ അതിനെ തിരിച്ചറിയാൻ അവനൊരു പ്രാക്ടിക്കലായ കാര്യം നൽകുമ്പോൾ അതിൻ്റെ ആധാരമായി 5ാം ക്ലാസ്സിൽ വെച്ച് പഠിച്ച ഈ കാര്യം അവൻ്റെ മനസ്സിലുണ്ടാവുക എന്നത് പ്രധാനമാണ്. എഞ്ചിനീയറിംഗ് തലത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായും പലപ്പോഴും ഗണിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കുട്ടിക്ക് പഠിക്കേണ്ടി വരും. വൃത്തവും അതിനുള്ളിലെ ചതുരവും ഒരേ വിധത്തിൽ ഒരു വൃത്തത്തിൽ സ്പർശിച്ചുകൊണ്ട് ഒരു സമചതുരം വരച്ചാൽ തീർച്ചയായും വൃത്തത്തിന്റെ വ്യാസവും സമചതുരത്തിന്റെ വികർണവും ഒരേ നീളമായിരിക്കും എന്ന് പഠിക്കുന്നതോടൊപ്പം അവൻ നാളെ ഒരു മതിൽ കെട്ടുമ്പോൾ സമചതുരാകൃതിയിലുള്ള കട്ട കൊണ്ട് കെട്ടുകയാണെങ്കിൽ ആ സമചതുരത്തിന്റെ അതേ വലിപ്പമുള്ള അതേ വശം ദൈർഘ്യമുള്ള ഒരു പൈപ്പ്, അതേ വ്യാസമുള്ള ഒരു പൈപ്പ് എങ്ങനെ ആ മതിലിൽ ഫിറ്റ് ചെയ്യാം എന്ന ആശയത്തിലേക്ക് കുട്ടിയുടെ മനസ്സിനെ കൊണ്ടുപോകേണ്ടതുണ്ട്. ചുരുക്കത്തിൽ നാം ഒരാശയം കുട്ടിക്ക് കൈമാറുമ്പോൾ അതിലേറ്റവും അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ടത് ആ കുട്ടിക്ക് ലക്ഷ്യമാകുന്ന വിധത്തിൽ ആ ആശയം എത്തണമെന്നുള്ളതാണ്. ഇഫ് യു ക്യാൻ കൺവേ എൻ ഐഡിയ മോർ ഈസിലി ദാൻ യു ഗോട്ട് ഇറ്റ്, യു ആർ എ ബെസ്റ്റ് ടീച്ചർ എന്നാണ്. ഐ റിപ്പീറ്റ്, ഇഫ് യു ക്യാൻ കൺവേ എൻ ഐഡിയ മോർ ഈസിലി ദാൻ യു ഗോട്ട് ഇറ്റ്, യു ആർ എ ബെസ്റ്റ് ടീച്ചർ. നിങ്ങൾക്ക് ലഭിച്ച ഒരാശയം നിങ്ങൾ മനസ്സിലാക്കിയതിനേക്കാൾ എളുപ്പത്തിൽ നിങ്ങളുടെ കുട്ടികൾക്ക് കൈമാറാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളൊരു നല്ല അധ്യാപകനാണെന്ന് ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ഒരു ഡെമോൺസ്ട്രേറ്റർ 2 ബീക്കറുമായി വരുന്നു. അവിടെ നടക്കാനിരിക്കുന്ന ഒരു ക്ലാസ് മദ്യത്തിൻ്റെ അപകടകരമായ ദുരന്തത്തെക്കുറിച്ചാണ്. ഡി അഡിക്ഷന് വേണ്ടിയുള്ള ഒരു ക്യാമ്പാണ്, ഒരു ക്ലാസ്സാണ്. അതിലേക്ക് ഡെമോൺസ്ട്രേറ്റർ വന്നത് 2 ബീക്കറുമായിട്ടാണ്. ഒരു ബീക്കറിൽ പച്ചവെള്ളവും ഒരു ബീക്കറിൽ ആൽക്കഹോളും. 2 എർത്ത് വേവും 2 മണ്ണിരയും ഉണ്ട് അയാളുടെ കയ്യിൽ. 2 മണ്ണിരയിൽ ഓരോന്നിനെയും ഈ 2 ബീക്കറിലിട്ടു. പച്ചവെള്ളത്തിലുള്ള മണ്ണിര ഓടി നടക്കാൻ തുടങ്ങി. ആൽക്കഹോളുള്ള ബീക്കറിലെ മണ്ണിര പെട്ടെന്ന് ചത്തു. 2 ഉയർത്തിപ്പിടിച്ച് മദ്യത്തിന് അടിമപ്പെട്ട ആ സദസ്സിനോട് അയാൾ ചോദിച്ചു, ഇപ്പൊ എന്തു മനസ്സിലായി? പിന്നിലെ ബെഞ്ചിലിരുന്ന ഒരു മദ്യപാനി, ഒരു മുഴുക്കുടിയൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, സാറേ എനിക്ക് മനസ്സിലായി, ചാരായം കുടിച്ചാൽ വയറിലുള്ള വിരകളൊക്കെ ചത്തുപോകുമെന്ന്. കണ്ടന്റ് ഡെലിവറി ഒരിക്കലും ആ വിധത്തിലാകാൻ പാടില്ല. ലക്ഷ്യം പ്രധാനമാണ്, TM വളരെ പ്രധാനമാണ്, എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ് വളരെ പ്രധാനമാണ്. ആ നിലക്ക് നാളെയുടെ സമൂഹത്തിൻ്റെ സോഷ്യൽ എഞ്ചിനീയേഴ്സ് എന്നുള്ള നിലക്ക് നമ്മുടെ ക്ലാസ് റൂമിലേക്ക് പ്ലാനോടുകൂടി നാം പോവുക. തീർച്ചയായും വൺ ഹൂ ഫെയിൽസ് ടു പ്ലാൻ ഈസ് പ്ലാനിങ് ടു ഫെയിൽ എന്നതാണ് നമ്മുടെ മനസ്സിൽ. അത് രേഖപ്പെടുത്തിക്കൊണ്ടാകണം നാം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സാറ് പറഞ്ഞ വേറെ ഏത് കൊടുക്കുക, TM മാത്രം പറയരുത് എന്നാണ് ചില ആളുകളുടെ മുഖഭാവത്തു നിന്ന് മനസ്സിലാണ്. ഏതായാലും നമ്മൾ മറ്റൊരു മേഖലയിലേക്ക് പോകുന്നു. നമ്മുടെ ക്ലാസ്സിൽ വളരെ പഠിക്കാത്ത ചില കുട്ടിയുണ്ട്, അല്ലെങ്കിൽ പിന്നിൽ നിൽക്കുന്ന ചില കുട്ടികളുണ്ട്. അവരോടുള്ള നമ്മുടെ ഒരു സമീപനത്തെക്കുറിച്ച് എൻ്റെ പ്രിയ സുഹൃത്ത് ലുബൈബ് ആണ് സംസാരിക്കുന്നത്. ലുബൈബിനെ ഈ വിഷയത്തിൽ സെലക്ട് ചെയ്യാനുള്ള കാരണം, ലുബൈബ് പഠിക്കണ കാലത്ത് ഞാൻ അന്ന് നമ്മുടെ വിദ്യാർത്ഥി ഘടകത്തിൻ്റെ സ്റ്റേറ്റ് ലീഡർഷിപ്പിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പല കുട്ടികളെയും BTECൻ്റെ പേപ്പർ പൊട്ടിയതും വിഷയമൊക്കെ വരും. പിന്നെ SLC കഴിഞ്ഞ പിന്നെ പേപ്പറൊക്കെ പോകലാണല്ലോ, തോൽക്കലില്ല. അപ്പം പൊതുവേ ലുബൈബിൻ്റെ അടുത്തേക്കാണ് നമ്മൾ വിടുക. നല്ല പ്ലാൻ ഉണ്ടാക്കി ഒരു വലിയ രക്ഷാപ്രവർത്തനം ധാരാളം നടത്താറുണ്ട്. ഇപ്പോൾ അദ്ദേഹം പിന്നെ ഇവിടെയാണ്, കൊല്ലത്താണ് TKM എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി വർക്ക് ചെയ്യാണ്. വളരെ അടുത്ത് ജോയിൻ ചെയ്ത് വളരെ ഫ്രഷായ മാനസികാവസ്ഥയിൽ ഉള്ളൊരു സമയം കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ ആ വിഷയത്തിൽ പറയാൻ കഴിയും. നമ്മൾ അദ്ദേഹത്തിലേക്ക് പോകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ വളരെ വിശദമായി ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് കണ്ടന്റ് ഡെലിവറി നമ്മൾ കാര്യമായി ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. കണ്ടന്റ് ഡെലിവറി വളരെ പ്രധാനമാണ്. എന്നാൽ നമുക്കറിയാം ഇന്ന് ഒരുപാട് സാധ്യതകൾ കുട്ടികളുടെ മുമ്പിലുണ്ട്. പുതിയ AI അതുപോലെയുള്ള എല്ലാ മേഖലകളിലും, അതുപോലെ തന്നെ ഒരുപാട് ഹൈ ക്വാളിറ്റിയുള്ള കണ്ടൻറ്റും മെറ്റീരിയലുകളെല്ലാം നമ്മുടെ കുട്ടികൾക്ക്
നമ്മളിൽ നിന്ന് കിട്ടണം. പക്ഷെ കിട്ടിയിട്ടില്ലെങ്കിലും കിട്ടാവുന്ന ഒരുപാട് റിസോഴ്സസ് അവർക്ക് ചുറ്റുമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കോളേജുകളിലൊക്കെ നോക്കുമ്പോൾ അവർ നമ്മൾ കൊടുക്കുന്ന കണ്ടന്റിനേക്കാൾ കൂടുതൽ ഇന്ന് അധികം ആളുകളും മറ്റു പല കണ്ടന്റുകളാണ് യൂസ് ചെയ്യാറുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, കണ്ടന്റ് ഡെലിവറി എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതിനേക്കാളും ഒരു പടി മുന്നോട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് ആസ് എ മെൻറ്റർ എന്നുള്ള നിലക്ക് നമ്മൾ ഓരോരുത്തരും അധ്യാപനം എന്നുള്ള ഈ ഒരു തൊഴിലിനെ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷനെ അത് ഒരു ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് അത് നമ്മുടെ ഒരു ഹൃദയത്തിൽ നിന്ന് നമ്മൾ ചെയ്യുമ്പോൾ ഈ പറയുന്ന പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ക്ലാസ്സിലൊരു ദിവസം പൊതുവേ നമ്മൾ ടീച്ചേഴ്സിൻ്റെ ഇടയിൽ ഒരു ഡിസ്കഷൻ ഉണ്ടാവുമല്ലോ ചില കുട്ടികളെ സംബന്ധിച്ചൊക്കെ. അപ്പം അങ്ങനെ ഒരിക്കൽ ഒരു കുട്ടി എപ്പോഴും ക്ലാസ്സിൽ ഭയങ്കര ഉറക്കമാണ്. അപ്പോൾ അവന് എപ്പോഴും പരീക്ഷയിലാണെങ്കിലും അസസ്മെൻറ്റിലൊക്കെ 1 ഡിജിറ്റ് മാർക്കേ കിട്ടാറുള്ളൂ. അപ്പോൾ ആ ക്ലാസ്സിൽ ഒരിക്കൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോയപ്പോഴും പൊതുവേ ക്ലാസ്സിൽ ഉറങ്ങുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ആ രൂപത്തിൽ കുട്ടികളോട് നല്ലൊരു, നേരത്തെ സാറ് പറഞ്ഞ പോലെ നല്ലൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ പോകാറുള്ളത്. എന്നാലും ഈ മോനോട് നമ്മൾ ജസ്റ്റ് അവനെ അവിടെ നിന്ന് ക്ലാസ്സിൽ നിന്ന് ഒന്നും പറയാണ്ട് പേഴ്സണലി വിളിച്ച് അവനോട് ഒന്ന് സംസാരിച്ചപ്പോൾ അവൻ എന്തുകൊണ്ട് ഉറങ്ങുന്നു എന്നുള്ളതിൻ്റെ ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലായി. അവന് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷേ ആ കുട്ടിയുടെ അച്ഛൻ നേരത്തെ മരണപ്പെട്ടതാണ്. അപ്പോൾ ആ കുട്ടി രാത്രി ഉറക്കമൊഴിച്ച് അവന് കോഡിങ്ങിൽ അപാര കഴിവുള്ള കുട്ടിയാണ്. അപ്പോൾ അവൻ പല കമ്പനികളുടെയും പല പ്രൊജക്റ്റുകളും പല കാര്യങ്ങളൊക്കെ ചെയ്ത് നേരം വെളുക്കോളം ആൾ എൻഗേജ്ഡാണ്. പിന്നെ അവന് രാവിലെ ക്ലാസ്സിൽ, നമ്മുടെ ക്ലാസ്സിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ അവനെ കാണുന്നത് യഥാർത്ഥത്തിൽ ക്ലാസ്സിലൊരു ഉഴപ്പനായിട്ടാണ് നമ്മൾ കാണുക. ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ, ടീച്ചേഴ്സ് വരുമ്പം ബുക്സും കാര്യങ്ങളൊന്നും കൃത്യമായി നോട്ട് എഴുതിയെടുക്കാതെ, അതുപോലെ ശ്രദ്ധിക്കാതെ മാർക്കില്ലാത്തൊരു കുട്ടി. പക്ഷേ അവനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഈ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അതിനെ ഡയറക്റ്റ് ചെയ്ത് വിട്ടപ്പോൾ അവന് വന്നിട്ടുള്ള കുറേ സപ്ലിമെൻ്ററി പേപ്പറുകളൊക്കെ അവനൊരു പേഴ്സണൽ പ്ലാൻ കൊടുത്ത് അത് ക്ലിയർ ചെയ്ത് പോയി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവന് ഒരു 1 lakh എബവ് സാലറി കിട്ടുന്ന ഒരു പ്ലേസ്മെൻറ്റോട് കൂടെ 4 years കഴിയുന്നതിന് മുമ്പ് തന്നെ ഫൈനൽ ഇയറിൽ അവൻ പ്ലേസ്ഡായി പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട തലത്തിൽ നമ്മൾ കുട്ടികളെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. അത് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ക്ലാസ്സുകളിൽ നമ്മൾ പല അസസ്മെൻറ്റിലൂടെയും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ ബിഹേവിയറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ ഉണ്ടായിരുന്നൊരു കുട്ടിക്ക് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കറിയാൻ പറ്റും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി കൃത്യമായി ഒബ്സർവ് ചെയ്ത് അവരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് വേണ്ട ഒരു പ്രോപ്പർ കെയറിങ്ങും ഒരു പ്ലാനും ഒരു സ്ട്രാറ്റജിയും ഉണ്ടാക്കി കൊടുത്താൽ, അതോടൊപ്പം നമ്മളവിടെ ഒരു അംഗീകരിക്കുന്നു, നമ്മൾക്ക് അവരെന്തോ ആണ് എന്നൊരു ഫീലിംഗ് നമുക്ക് കൊടുക്കാൻ പറ്റണം. ബാക്കിയുള്ള കുട്ടികളെ ചിലപ്പോൾ അവരാരും പരിഗണിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അവരെ നമ്മളൊന്ന് കെയർ ചെയ്യുമ്പോൾ, ഞാൻ സാധാരണ ഇങ്ങനെ മുന്നിലിരുത്തി എൻ്റെ ക്യാബിൽ വിളിച്ച് സംസാരിക്കാറാണ് പലപ്പോഴും ബാക്കിയുള്ള കേസിലുണ്ടാവാറ്. എന്നാൽ ഇത്തരം കേസുകൾ ഞാൻ പ്രത്യേകിച്ച് ബോയ്സൊക്കെ ആണെങ്കിൽ അടുത്തിരുത്തി തന്നെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് സംസാരിക്കാറുള്ളത്. അതുകൊണ്ട് ആ ഒരു റിലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര സൗകര്യമാണ്. ചിലപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ വഴിയിലൂടെ പോകുമ്പോൾ അപ്രതീക്ഷിതമായി അത്തരം കുട്ടികളുടെ വീട്ടിൽ പോകാറുണ്ട്. അപ്പോൾ അത് ആ ഒരു ബന്ധം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു മെൻറ്റർ എന്നുള്ള നിലക്ക് നമ്മളിൽ നിന്ന് കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. അങ്ങനെ അവർ നമ്മുടെ മുമ്പിൽ നിന്ന് ഒരുപാട് കുടുംബത്തിൻ്റെ പ്രതീക്ഷകളായി നമ്മുടെ മുമ്പിലേക്ക് വന്ന കുട്ടികൾ പ്രതീക്ഷകൾ മങ്ങി അസ്തമിച്ച് ബാക്കോട്ട് പോകുമ്പോൾ അവരെ പുനരുജ്ജീവിപ്പിക്കാൻ നമുക്ക് പറ്റുക എന്നുള്ളത് ഈ ഒരു ദൗത്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരു അക്കാഡമിക് ഇത് മാത്രമല്ല, ഞാൻ ഒരു ചെറിയ കാര്യം കൂടെ ഇതിലേക്ക് ആഡ് അവസാനിപ്പിക്കാൻ സമയം കഴിഞ്ഞതുകൊണ്ട്, ഇത് ഈ ഒരു മെൻറ്റർഷിപ്പ് അല്ലെങ്കിൽ ഈ കുട്ടികളെ നമ്മൾ അടുത്തറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ഒരു അക്കാഡമിക്കലി ബാക്ക്വേർഡ് ആകുന്ന കുട്ടികളുടെ പ്രശ്നങ്ങൾ മാത്രമല്ല. അപ്പോൾ ഞാനിവിടെ പെരിന്തൽമണ്ണ നിന്നാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ഏകദേശം ഇതേ ഒരു സമയത്ത്, ഒരു വർഷം മുമ്പ്, നമ്മുടെ കോളേജിൽ ഒരാൾക്കും അറിയാത്ത, അല്ലെങ്കിൽ ആർക്കും അറിയില്ല, വേറെ ഫാക്കൽറ്റീസ് കൊളീഗ്സിനൊന്നും അറിയില്ല, ഞാൻ ഒരുത്തനെ നമ്മുടെ ഇവിടെ അടുത്തുള്ള ന്യൂ ഹോപ്പ് ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുവന്നിട്ടിരുന്നു. അപ്പം ആ ക്ലാസ്സിൽ ഒന്നാമത്തെ ദിവസം ഒരു സെമസ്റ്ററിൽ ക്ലാസ്സിൽ കയറിയപ്പോൾ തന്നെ സംതിങ് റോങ് എന്ന് നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപക്ഷെ പല ടീച്ചേഴ്സും ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ടാവും. അപ്പോൾ നമ്മൾ ശരിക്കും ഒബ്സർവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവൻ എന്തോ ചില പ്രശ്നങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കി. പിന്നെ നമ്മൾ പരസ്യമായിട്ട് ഒരിക്കലും കുട്ടികളോട് ക്ലാസ്സിൽ നിന്ന് ഒരാളെയും അവന് പ്രയാസം ഉണ്ടാകുന്ന രൂപത്തിൽ മോശമായിട്ടോ അല്ലെങ്കിൽ കമ്പാരിസണോ ഒന്നും ചെയ്യാതെ വളരെ പേഴ്സണലായിട്ട് കാര്യങ്ങൾ സംസാരിച്ച്
റെഡിയാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇത്തരം ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ, ആ പറഞ്ഞ കുട്ടി MDMA അടക്കം അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വലിയ പ്രയാസത്തിലൂടെ കടന്നുപോയ കുട്ടിയാണ്. പക്ഷേ അൽഹംദുലില്ലാ അതെല്ലാം ക്ലിയർ ചെയ്തു, സപ്ലിമെൻ്ററി ഒന്നും എല്ലാം ക്ലിയർ ചെയ്തു, സമയബന്ധിതമായി കോഴ്സ് കഴിഞ്ഞ് പൂർത്തിയാവും. അപ്പോൾ ചില ഘട്ടങ്ങളിൽ സംഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾ പ്രോപ്പറായിട്ടൊരു അധ്യാപകൻ്റെ റോളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ് എ മെൻറ്റർ ഇനിയുള്ള ഒരു കാലത്ത് കൂടുതൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു മേഖല, അല്ലെങ്കിൽ കുട്ടികൾ ആവശ്യപ്പെടുന്നൊരു മേഖല എന്നുള്ളത് അതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ രൂപത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് പറയാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ വലിയൊരു മാറ്റം നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 1-to-1 ശ്രദ്ധ നമുക്ക് അതിൽ കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ട്രെയിനിങ് ദിവസങ്ങളിലേക്ക് വേണ്ടി വന്ന അധ്യാപകനോട് HM പറയുന്നു, നിങ്ങൾ പോണ 7C ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ബെഞ്ചിലൊരു 4 ആളുണ്ടാകും, ഓരോ മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഈ അധ്യാപകൻ ആലോചിക്കുകയാണ്, മിക്കവാറും എല്ലാവരോടും ഇങ്ങനെ തന്നെയായിരിക്കും പറയണത്. അവർ നിങ്ങളെ നന്നായി കൈകാര്യം ചെന്നപ്പോൾ തന്നെ അധ്യാപകനോട് ചോദിച്ചു, മാഷെ താടി എന്തെങ്ങനെ, മാഷത് എന്തെങ്ങനെ, ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അയാൾ പറഞ്ഞു മോൻ ഇരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി ആദ്യമായിട്ടാണ് മോൻ എന്നുള്ളൊരു വേർഡ് കേൾക്കണത്. ക്രമേണ അവർ തമ്മിൽ വലിയ അടുപ്പായി. ഒരു ടെസ്റ്റ് പേപ്പർ ഇട്ടപ്പോൾ ഈ കുട്ടികളെ പരിഗണിച്ച് അധ്യാപകൻ ചോദ്യപേപ്പർ ഇട്ടു. പക്ഷെ ഒരു കുട്ടിക്ക് ഒരു മാർക്കും കിട്ടിയില്ല. അപ്പോൾ അവൻ അടുത്ത് വിളിച്ചിട്ട് ഈ അധ്യാപകൻ ചോദിച്ചപ്പോൾ അയാളെ കണ്ണ് നിറഞ്ഞു, അയാളെ ചുണ്ട് വിറച്ചു. നീ എന്താടാ എഴുതാതിരുന്നേ? അപ്പോൾ പറഞ്ഞു, മാഷെ ഞാൻ പഠിക്കണില്ല, എൻ്റെ കാക്ക പഠിച്ചിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ കാക്ക പഠിച്ചിട്ട് നേരെ ഗൾഫ് പോയി, ഞാൻ തന്നെ പഠിക്കണേ. അപ്പോൾ നിനക്ക് എന്താകാൻ ആഗ്രഹം? എനിക്കൊരു ലോറി ഡ്രൈവർ ആകാനാണ് ആഗ്രഹം. ലോറി ഡ്രൈവറോ? അതെന്തേ? എൻ്റെ വാപ്പ ലോറി ഡ്രൈവറാണ്, വാപ്പ ഇഷ്ടംപോലെ ഭാഷ സംസാരിക്കും. എൻ്റെ കാക്കാക്ക് ഒരു ഭാഷയും അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല, ഒന്നും അറിയില്ല. ഒരുപാട് ഓനിരുന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അധ്യാപകൻ ചോദിച്ചോടാ, നിന്നെ കണ്ടിട്ട് ശരിക്ക് ഒരു പൈലറ്റിൻ്റെ ലുക്കുണ്ട്, നീ ശരിക്കും പൈലറ്റല്ലേ ആകേണ്ടത്? അവിടെ മുതൽ ആ കുട്ടിയിൽ വലിയൊരു ചേഞ്ച് വരികയാണ്. SSLC പരീക്ഷയിൽ മാർക്ക് നേടി അവൻ വിജയിച്ച് ആദ്യത്തെ വിളിയ അധ്യാപകനാണ് വിളിക്കുന്നത്. അപ്പോൾ ആ കുട്ടിൻ്റെ ഉള്ളിൽ ഉള്ള തെറ്റായൊരു കാഴ്ചപ്പാട് അവൻ്റെ പഠന പിന്നോക്കാവസ്ഥക്കുള്ള കാരണമാണ്. ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ടാകുമെന്നൊരു അനുബന്ധം ഞാൻ ചേർക്കുകയാണ്. വേഗത്തിൽ ഞാൻ ഡോക്ടർ ഫവാസിലേക്ക് പോകുന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ കൊസാറ്റിലെ ഷിപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് ഡോക്ടർ ഫവാസ്. അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ ഒരു വലിയൊരു സങ്കടമാണ്. എന്താ, ഒരു ദിവസം വൈകുന്നേരം ആണിൻ്റെ മുമ്പ് എത്ര ക്വിസ് വരും എന്ന് യാതൊരു അർത്ഥമല്ല. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വരും. ആകെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഒരു കോ കരിക്കുലർ ആക്ടിവിറ്റി വരാതിരുന്നത്. അതും വരൽ തുടങ്ങി. അപ്പം ഇതിൻ്റെ ഇടയിൽ കോ കരിക്കുലർ ആക്ടിവിറ്റികളെ അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികൾ എല്ലാം വ്യത്യസ്തമാണ്. ചെറിയൊരു ടൈമിനുള്ളിൽ അതുമായി ബന്ധപ്പെട്ടൊരു ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം നമ്മളോട് പറയാം. അതിനുവേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇവിടെ ഒരു അനുഭവത്തിലൂടെ ഞാൻ തുടങ്ങാം. 9ാം ക്ലാസ് കഴിഞ്ഞ വെക്കേഷൻ സമയത്ത് ഡിസ്ട്രിക്ട് സയൻസ് ക്ലബ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു യാത്ര സംഘടിപ്പിച്ച്, അത് വ്യവസായശാലകൾ, അതുപോലെ തന്നെ സർവകലാശാലകൾ, ഗവേഷണ സ്ഥാപനങ്ങളൊക്കെ തന്നെ സന്ദർശിക്കാനുള്ള ഒരു സ്കൂളിൽ നിന്നും 2 കുട്ടികൾ വീതം. അങ്ങനെ കൊട്ടുക്കര സ്കൂളിൽ നിന്ന് ഞാനും നബീൽ മോങ്കോം കൂടി ഈ കേരള കാർഷിക സർവകലാശാല, വെറ്റിനറി സർവകലാശാല, അതുപോലെ തന്നെ പാൽ സംസ്കരണശാല മിൽമ, ഇതെല്ലാം സന്ദർശിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അന്നാണ് യഥാർത്ഥത്തിൽ ടിഷ്യൂ കൾച്ചർ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഒരു പാൽ സംസ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെഷീനറികൾ, ഉപകരണങ്ങൾ, അതിനെ തണുപ്പിക്കുന്ന പ്രക്രിയ എല്ലാം കാണുന്നു. യഥാർത്ഥത്തിൽ അത് ഇന്നും എഞ്ചിനീയറിങ്ങിന് ക്ലാസ് എടുക്കുമ്പോൾ അധികവും പറയുന്ന ഉദാഹരണങ്ങൾ ഞാൻ പാൽ സംസ്കരണവുമായി ബന്ധപ്പെട്ട, കാരണം അന്ന് കണ്ട ഓർമ്മയിലുള്ള ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുക, ക്ലാസ് എടുക്കുമ്പോൾ ആ മറ്റു വ്യവസായങ്ങൾ എടുക്കാതെ ഇതാണ് എടുക്കുക. അതുപോലെ തന്നെ MTech പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ റെഫ്രിജറേഷൻ, തണുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിലാണ് പഠിച്ചിരുന്നത് TKM-ൽ. ആ സമയത്ത് ഞങ്ങളുടെ അധ്യാപകർ ഞങ്ങളൊരു 10 ദിവസത്തേക്ക് സിഫ്നെറ്റ് എന്നുള്ള സ്ഥാപനത്തിലേക്ക്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് നോട്ടിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് എന്ന കൊച്ചിയിലുള്ള സ്ഥാപനത്തിലേക്ക് പറഞ്ഞയച്ച് മറൈൻ റെഫ്രിജറേഷൻ പഠിപ്പിക്കാൻ, കപ്പലുകളിൽ എങ്ങനെ ഈ മീനൊക്കെ തണുപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം ഒരു ഫിഷിംഗ് വെസലിൽ കപ്പലിലേക്ക് കടലിലൂടെ ഒരു 5-8 നോട്ടിക്കൽ മൈൽ അകലത്തിലേക്ക് പോയി മീൻ പിടിച്ച് ആ മീനിനെ നമ്മൾ തണുപ്പിച്ച് തിരിച്ച് കരയിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ ഞാൻ ഇന്ന് ഷിപ്പ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ INS വിക്രാന്ത് അതുപോലെ പല കപ്പലുകളിലും കയറിയിട്ടുണ്ടെങ്കിലും ഒരു കപ്പൽ യാത്ര നടത്തിയത് ആ ഒരു ട്രെയിനിങ് സമയത്ത് മാത്രമാണ്.
അപ്പോൾ അതെല്ലാം നമുക്ക് പിന്നീടും ഡെലിവർ ചെയ്യാവുന്ന ഒരുപാട് അനുഭവങ്ങളാണ് യഥാർത്ഥത്തിൽ നൽകിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, അധ്യാപകർ എന്നുള്ള നിലക്ക് നമ്മൾ കുട്ടികൾക്ക് അനുഭവങ്ങൾ കൊടുക്കാനുള്ള, ക്ലാസ് റൂമിന് അപ്പുറത്തേക്കുള്ള അനുഭവങ്ങൾ കൊടുക്കാനുള്ള ഒരുപാട് അനുഭവങ്ങൾ അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പം ഞാൻ 1-2 അധ്യാപകർ, ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം അരീക്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നൗഷാദ് മാഷ് ഇവിടെ കുസാറ്റിലൊരു വർക്ക്ഷോപ്പിന് വേണ്ടി വന്നിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ സ്കൂൾ അധ്യാപകർക്ക് വേണ്ടി ഉള്ളതല്ല, ഇൻഡസ്ട്രി ആളുകൾക്കൊക്കെ ഉള്ള, സർവകലാശാലകളിലേക്കുള്ള അക്കാദമിഷ്യൻസിനൊക്കെയുള്ള പല വർക്ക്ഷോപ്സിലും ഈ അധ്യാപകർ തന്നെ താല്പര്യമെടുത്ത് വരുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും, അവരെ അനുവദിക്കുകയും അവർക്ക് കൂടി അത് ഒരു പോസിറ്റീവായിട്ട് എടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഒരുപാട് ഉയർന്നതുകൊണ്ട് പലതവണ ഞാനും ആ സ്കൂളിൽ പോയി കുട്ടികളായിട്ട് ഇൻട്രാക്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള അനുഭവങ്ങൾ കൊടുക്കുക എന്നുള്ളത്, അതുപോലെ അധ്യാപകർ ലൈഫ് ലോങ് ലേണിംഗ്, ഇങ്ങനെയുള്ള മാർഗങ്ങൾ കണ്ടെത്തി അവിടേക്ക് എത്തിപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് അധ്യാപകർ കൂടുതലായിട്ടുള്ള ട്രെയിനിങ്ങുകൾക്ക് നമുക്ക് എവിടെയൊക്കെയാണോ അവസരങ്ങളുള്ളത് അതിലേക്ക് തന്നെ എത്തിപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് പലപ്പോഴും സർക്കാർ രംഗത്ത് തന്നെ എന്തുണ്ട്, ഒരുപാട് അവസരങ്ങളുണ്ട്. സർക്കാർ തന്നെ പലപ്പോഴും ഫണ്ടൊക്കെ ചെയ്തിട്ടുള്ള പദ്ധതികളൊക്കെ ഉണ്ട്. ഇപ്പോൾ കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിലെ ഒരു സുഹൃത്തായ ഒരു സയൻറ്റിസ്റ്റ് ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, അന്ധരായ കുട്ടികളെ പഠിപ്പിക്കാൻ, അവർക്ക് മാത്സ് പഠിപ്പിക്കാനുള്ള ഒരു ഫണ്ട് ഉണ്ട് ഞങ്ങളടുത്ത്. ഇത് എങ്ങനെയാണ് ചെലവഴിക്കുന്നത് അറിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഒരു പ്രീ ഡിഗ്രി ബാച്ച്മേറ്റ് ആയിട്ടുള്ള നമ്മൾ ജലീൽ മാസ്റ്റർ പരപ്പനങ്ങാടി ഉണ്ട്, അങ്ങനെ അദ്ദേഹത്തെ കണക്ട് ചെയ്തു. ഉടനെ തന്നെ അവർ തമ്മിൽ ഒരുപാട് ഇൻട്രാക്ഷൻസ് നടന്നു. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. പിന്നെ ഇതിൻ്റെ ഫോട്ടോ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിൽ ഈ അന്ധരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു വർക്ക്ഷോപ്പ് നടന്നതിൻ്റെ ഫോട്ടോ കണ്ടപ്പോഴാണ് എന്ത് ചെയ്തത്, പിന്നെ ഈ ഒരു സംരംഭം നടന്നു എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ സർക്കാർ തലത്തിലും ഇത്തരത്തിൽ അധ്യാപകരുടെ ട്രെയിനിങ്ങിനും വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മുടെ അലുമിനിയെ നമുക്ക് ആ നിലക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അലുമിനിയെ കണക്ട് ചെയ്തുകൊണ്ട് അവരെ മെൻറ്റേഴ്സായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉള്ള പദ്ധതികളും എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളെ ഒരു കോ കരിക്കുലാർ എന്ന നിലക്ക് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു. നമ്മൾ ഈ ഒരു സെഷൻ്റെ ടൈം ഇവിടെ അവസാനിക്കുന്നതുകൊണ്ട് പാരൻസും ടീച്ചേഴ്സും തമ്മിലുള്ള മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ഏരിയ ഉണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അബ്ദുറഹ്മാൻ സാറും ഹമീദ് സാറും കൂടി ജോയിൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു വർക്കായിരുന്നു. ഞാൻ എൻ്റെ ഈ ഒരു സെഷൻ്റെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഞങ്ങളിവിടെ ഇപ്പോൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് വിസ്റ്റം യൂത്ത് നടത്താനൊരുങ്ങുന്ന, പീസ് റേഡിയോ പ്ലാറ്റ്ഫോമിലൂടെ ഇംപ്ലിമെൻ്റ് ചെയ്യാനൊരുങ്ങുന്ന ഒരു കോഴ്സിൻ്റെ ഡെമോ സെഷനാണ്. വ്യത്യസ്തമായ മേഖലകളിൽ ആഴത്തിലുള്ള 20 മിനിറ്റ്സിൻ്റെ 2 ക്ലാസ് ആയിരിക്കും ഒരാഴ്ച ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അതിൽ എക്സാമും അനുബന്ധങ്ങളൊക്കെ ഉള്ള, ഓൾറെഡി ഞങ്ങൾ 3-4 കോഴ്സസ് നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു അനുബന്ധമായിട്ടായിരിക്കും ഉണ്ടാവുക. ഇവിടെ പങ്കെടുത്ത മുഴുവൻ അധ്യാപകരുടെയും വാട്സാപ്പിലേക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ ലിങ്കും അനുബന്ധങ്ങളും ഇൻഷാ അല്ലാഹ് നൽകും. വളരെ ജെന്യൂനായി അച്ചടക്കത്തോടെ ക്ലാസ് ഫോളോ ചെയ്തു പോകുന്നവർക്കായിരിക്കും അതിൽ തുടരാനുള്ള അവസരം എന്നുകൂടി ഈ ഒരു ഘട്ടത്തിൽ പറയുന്നു. നമ്മുടെ ഈ ഒരു സെഷൻ അവസാനിക്കേണ്ട സമയം തീർന്നതുകൊണ്ട് തന്നെ ഈ ഒരു സെഷനിലൂടെ ക്ലോസ് ആവുകയാണ്. കൃത്യമായ നിർദ്ദേശങ്ങൾ കിട്ടിയതിൻ്റെ ശേഷമാണ് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങേണ്ടത്. ഭക്ഷണത്തിനും അനുബന്ധങ്ങൾക്കും വേണ്ടി നമ്മൾ പിരിയുകയാണ്. എന്തായാലും വളരെ ഈ ഒരു അവസാന സമയത്തും, പൊതുവെ 4ാം പീരീഡ് അത്ര അറ്റൻറ്റീവായ സമയമല്ല എന്നാണ് പറയുക. പക്ഷേ 4ാം പീരീഡും ഒരു 7ാം പീരീഡും 4ാം പീരീഡൊക്കെ ക്ലാസ് എടുക്കുന്ന അധ്യാപകൻ എന്നുള്ള നിലക്ക് വളരെ അറ്റൻറ്റീവായി നിങ്ങൾ കേട്ടതിനുള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി.